എന്റെ പേര് ഐഷ. ഞാൻ ഇവിടുത്തെ അലാൻസിലെ CMA മെന്റർ ആണ്. CMA ക്വാളിഫൈഡ് ആണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാവരും മെയ് ജൂണിൽ CMA എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതായിരിക്കും മെജോറിറ്റി. അല്ലാത്തവരും ഉണ്ടായിരിക്കും മേ ബി. മെജോറിറ്റി എന്തായാലും ഈ ഒരു ഇപ്പൊ ജൂൺ ആയി, ഈ ഒരു മന്ത് തന്നെ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാവും, എക്സാമിന് എന്താ അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് എന്ത്, എസ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഉറപ്പാണ് എങ്ങനെയാണ് എന്നുള്ള ഒരു ഡൗട്ട് ഉള്ളവർ തന്നെ ആയിരിക്കും ഈ ഒരു സെഷനിൽ നിങ്ങൾ എൻ്റർ ആയിട്ടുണ്ടാവുക. അപ്പൊ എന്താ, നിങ്ങൾക്ക് അത്രയും അത് പറഞ്ഞുതരാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാള്, ഇൻഡസ്ട്രിയിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിട്ടുള്ള ഹിജാസ് സാർ ആണ് ഇന്ന് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾക്ക് ആ ഒരു സെഷൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സാർ എന്ത് ചെയ്യും, ഈ ത്രൂ ഔട്ട് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഓഡിയോ പക്കയാണെന്ന് എനിക്ക് മനസ്സിലായി. വാട്ട് അബൌട്ട് വീഡിയോ ആൻഡ് സ്ക്രീൻ ഷെയറിംഗ്? ഒരു എക്സൽ ഷീറ്റ് കാണുന്നുണ്ടോ? വീഡിയോ ആൻഡ് സ്ക്രീൻ ഷെയറിംഗ് പക്കയല്ലേ ഓഡിയോന്റെ കൂടെ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഏകദേശം ഈ ഒരു സെഷന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. റെക്കോർഡിംഗ് ഓൺ ആയിട്ട്, റെക്കോർഡിംഗ് ഓൺ ആണ്. ഈ ഒരു കംപ്ലീറ്റ് സെഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൌണ്ട് 1.5 to 2 hours എടുക്കും എന്നാണ് ഞാൻ ബഡ്ജറ്റ് ചെയ്തത്. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, മാക്സിമം 10 മണി വരെ പോകും. അതില് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നായിരിക്കും ഒരു 20 മിനിറ്റ്സ് പറയാം, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് പറയാം. അതിനുശേഷം 2 ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്ത് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ 20 to 30 മിനിറ്റ്സ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രാക്ടിക്കലി ഞാൻ 2 ക്വസ്റ്റ്യനിൽ, മോക്ക് ക്വസ്റ്റ്യനിൽ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കുന്നതോടുകൂടി യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഓക്കെ, ഇങ്ങനെയാണ് അല്ലെ ഡീൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനുണ്ട്. സ്ട്രക്ചർ ഓക്കെ ആണോ? അതിനും ശേഷം 2 കാര്യങ്ങൾക്കു ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ, ഐ മീൻ സ്പെസിഫിക്കലി സെക്ഷനിലെ ടോപ്പിക് ഡൗട്ട് അല്ല ഉദ്ദേശിക്കുന്നത്, എക്സാം ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓറിയന്റഡ് ആയിട്ടോ എന്തെങ്കിലും കൺസേൺസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് വീൽ ഡീൽ ഇറ്റ്. ഓക്കെ ആണോ? സ്ട്രക്ചർ ഓക്കെ ആണോ? ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാണ്. യൂഷ്വലി എലാൻസിലെ കുട്ടികൾക്ക് ഞാൻ ഇതിനു മുന്നേ ഓൺലൈൻ സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും പാർട്ട് 1 A to F, പാർട്ട് 2 A to F, എല്ലാ സെക്ഷൻസിലെ എല്ലാ ഫാക്കൽറ്റീസും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോസ് എലാൻസിലെ പിള്ളേർക്ക് എന്തുണ്ട്, ആപ്പിലുണ്ട്. അത് നിങ്ങൾ പോയി കാണണം നിർബന്ധമായിട്ട്. സെക്ഷൻ 8 അതായത് 6 സെക്ഷനും ഒരു പാർട്ടിന് 6 സെക്ഷൻ ആണെങ്കിൽ 2 വീതം 12 അതാത് ടീച്ചേഴ്സ് സോൾവ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ എലാൻസിന്റെ ആപ്പിലുണ്ട്. എലാൻസിലെ സ്റ്റുഡൻസ് അത് പോയി കാണണം. പക്ഷെ ഞാനിപ്പം നിങ്ങളുടെ എലാൻസിലെ കുട്ടികൾക്ക് വേണ്ടി സോൾവ് ചെയ്യുന്ന പോലെ ഫ്രം സ്ക്രാച്ച് വേർഡിൽ സോൾവ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഓൾറെഡി സോൾവ് ആയിട്ടുള്ള PDF ഞാൻ വായിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ലേ അല്ലേ ഉള്ളൂ, ഒരു ഐഡിയ കിട്ടും ഹൗ ടു ആൻസർ ദിസ്. അപ്പോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്നെ ഇപ്പൊ ആയിഷ പരിചയപ്പെടുത്തി, എന്നാലും ഞാൻ പറയാം. എന്റെ പേര് ഹിജാസ് ഹാഷിം. ഞാൻ CMA ക്വാളിഫൈഡ് ആണ്, ACCA മെമ്പർ ആണ്. ഫോർ ദ പാസ്റ്റ് 9+ ഇയേഴ്സ് ആയിട്ട് CMA ടീച്ചറാണ്. ഇലാൻസിൽ വന്നിട്ട് അറൌണ്ട് 1.5 ഇയേഴ്സ് ആവുന്നു. ദിസ് ഇസ് മീ. കോഴിക്കോടാണ് വീട്. ഇനി കമ്മിങ് ടു ദ ടോപ്പിക്, നിങ്ങൾ യു ഷുഡ് ബി അവെയർ ഓഫ് ദ പ്രോസസ് ഓഫ് എക്സാമിനേഷൻ പ്രോസസ്സിൽ നിങ്ങൾ 100% അവെയർ ആവണം. അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ബേജാറാവും, പേടിയാവും. അപ്പൊ എക്സാമിനേഷന് പോകുന്ന മുന്നേ നിങ്ങൾ ഹാൾ ടിക്കറ്റ് കരുതണം എന്നുള്ളത് ഓർക്കുക, കാൽക്കുലേറ്റർ കരുതണം എന്നുള്ളത് ഓർക്കുക, ID കാർഡ് കരുതണം എന്നുള്ളത് ഓർക്കുക, ഹാൾ ടിക്കറ്റിലെയും ID കാർഡിലെയും പേര് ഒന്നല്ലേ എന്ന് ഓർക്കുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാ
കാര്യങ്ങളും പക്കയാക്കുക. അവിടെ എത്തിച്ചെന്നിട്ടുണ്ട് എങ്കിൽ ഇതിനു മുന്നേ എക്സാമിനേഷൻ എഴുതിയവരോട് നിങ്ങൾ അനുഭവങ്ങൾ ചോദിക്കുക. എങ്ങനെയാണ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചെക്കിങ് എങ്ങനെയാണ്, നമ്മുടെ ബാഗ് എവിടെ വെക്കണം, കംപ്ലീറ്റ് പ്രോസസ്സിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനു മുന്നേ കിട്ടണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ കോളർ താത്തി വെക്കുവോ, കീശ ചെക്ക് ചെയ്യോ, ടവൽ അകത്ത് കയറ്റാൻ പറ്റുമോ, തുടങ്ങിയിട്ടുള്ള എവറി മൈന്യൂട്ട് പ്രോസസ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിർബന്ധമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്, മോക്ക് എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കിട്ടില്ല. ഗ്യാരണ്ടി. ഗ്യാരണ്ടി. ഹോക്കില്, ഗ്ലിമ്മില്, വൈലിയില്, ബെക്കറിലൊക്കെ എന്തുണ്ടാവാം, മോക്ക് എക്സാമിനേഷൻസ് ഉണ്ടാവും. ആ മോക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പ്രൊവൈഡേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക, നമുക്ക് മോക്കില്ലേ എന്ന് വെച്ചിട്ട് പ്രൊവൈഡേഴ്സിന്റെ കെയർ ഓഫിൽ നിന്നും നിങ്ങൾ എന്ത് വാങ്ങുക, മോക്ക് എക്സാമിനേഷൻ ചോദിച്ചു വാങ്ങാം. പ്ലസ് ദർ ഈസ് എൻ ഓപ്ഷൻ. എലാൻസിലെ കുട്ടികൾക്ക് അറിയാം, വേറെ കുട്ടികൾക്ക് അറിയുമെന്ന് അറിയില്ല. ദർ ഈസ് എൻ ഓപ്ഷൻ ടു റൈറ്റ് മോക്ക് എക്സാമിനേഷൻസ് ഇൻ പ്രോമെട്രിക് സെന്റർ. പ്ലീസ് ടെൽ മി യെസ് ഓർ നോ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അവെയർ ആയിരുന്നോ? There is an option to write mock examination in Prometric Center. Majority of our students എവിടെ എഴുതിയിട്ടുണ്ട്? പ്രോമെട്രിക് സെന്റേഴ്സിൽ, കാലിക്കറ്റിലെ പ്രോമെട്രിക് സെന്റേഴ്സിൽ പോയിട്ട് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്. വെരി ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നെങ്കിൽ ദാറ്റ് ഹെൽപ്സ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഹോക്കിലും വൈലിലും ഗ്ലിമ്മിലൊക്കെ കണ്ടത് തന്നെ ആണെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് വിൽ ബി വർത്ത്. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രോമെട്രിക് സെന്റർ കാലിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ദേ വിൽ ഗിവ് ദാറ്റ് ഓപ്ഷൻ. പക്ഷെ ഈ ഒരു എക്സാമിന്റെ പീക്ക് സമയത്ത് അവർക്ക് ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ പിള്ളേരൊക്കെ പ്രീവിയസ് മന്ത് ആയിരുന്നു മോക്ക് എക്സാമിനേഷൻ അറ്റ് ദ പ്രോമെട്രിക് സെന്റർ അവർ എഴുതിയിട്ടുള്ളത്. മോക്ക് എക്സാമിനേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് എസ്സേയിലേക്ക് കടക്കാം. നമ്മുടെ കർത്തവ്യത്തിലോട്ട് വരാം. എസ്സേ. ഹൗ ടു ഡീൽ എസ്സേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഡോണ്ട് ഇഗ്നോർ എസ്സേ. ഡോണ്ട് ഇഗ്നോർ എസ്സേ. പലപ്പോഴും പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? എസ്സേ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. നമ്മൾ MCQക്ക് വേണ്ടി പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ എസ്സേക്ക് വരാം. ആ കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്ക് അറിയാലോ. അപ്പൊ ഞാൻ എസ്സേ വന്നാലേ ഞാൻ വരുന്നിട്ട് വെച്ച് കാണും, ഞാൻ അങ്ങ് ചാമ്പും. നെവർ ഡു ഇറ്റ്. പേടിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഒരു എസ്സേ പോലും സോൾവ് ചെയ്യാണ്ട് ഈ അനാവശ്യ ഇഗ്നോറൻസ് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പെടും എക്സാമിനേഷൻ. ബിലീവ് മീ. നിങ്ങൾക്ക് ടൈം കിട്ടൂല. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ പാനിക് ആവും. ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സെന്റൻസ് കിട്ടൂല. മൊത്തത്തിൽ പാടും. ഡോണ്ട് എവർ ഇഗ്നോർ എസ്സേസ്. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ഫിയർ ഓൾസോ. പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് എസ്സേ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ, എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ, ചെറിയ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ എസ്സേക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ തന്നെയാണ് എസ്സേ എന്ന് പറയുന്നത്. നമുക്കറിയാം 25% ഓഫ് ദ ടോട്ടൽ സ്കോർ ഇസ് കമ്മിങ് ഫ്രം എസ്സേ. പലപ്പോഴും കുട്ടികൾ നോക്കുന്നത് എസ്സേയിലെ പോർ പെർഫോമൻസ് കാരണത്തല്ല. എനിക്ക് തോന്നുന്നില്ല, ടു ബി ഫ്രാങ്ക് എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോ സ്റ്റുഡൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. MCQ ഡെഫിനറ്റ്ലി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. എസ്സേക്ക് വേണ്ട ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. യെസ് ഓർ നോ? നിങ്ങളും നിങ്ങളുടെ സീനിയേഴ്സും ആയിട്ടുള്ള ആൾക്കാരൊക്കെ എസ്സേക്ക് വേണ്ട പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് പോരാ. നമുക്ക് 350-ലും 340-ലും തോൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ചിലപ്പം അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് വരുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഡോണ്ട് ഇഗ്നോർ എസ്സേ. പേടിക്കും വേണ്ട. ഡോണ്ട് ഫിയർ എസ്സേ. അപ്പൊ എന്താണ് എസ്സേ? നിങ്ങൾക്ക് 2 എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാവർക്കും അറിയാം 2 എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 എസ്സേ ക്വസ്റ്റ്യൻസിൽ സഞ്ജു പറയുന്നത് ലാസ്റ്റ് വിൻഡോയിൽ പുള്ളി ഫെയിൽ ആയത് എസ്സേ ക്വസ്റ്റ്യൻസ് കാരണത്താലാണ്. റൈറ്റ് ഗൈഡൻസ് എസ്സേയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതാണ് എന്നെ ഈ വെബിനാറിലോട്ട് നയിച്ചത്. ഈ ഒരു 2 hours കട്ടക്കിന്റെ കൂടെ നിൽക്കാം. പൊളിക്കും നമ്മൾ. ശ്രദ്ധിക്കാം. ഡെഫിനറ്റ്ലി എനിക്ക് ഹോപ്പ് ഉണ്ട് ഈ 2 മണിക്കൂർ കഴിഞ്ഞാൽ യു വിൽ ഗെയിൻ സം കോൺഫിഡൻസ് റിഗാർഡിങ് എസ്സേ. സോ ബിലീവ് മീ, ടേക്ക് നോട്ട്സ്. ഞാൻ ഇവിടെ എഴുതുന്ന കാര്യങ്ങളൊക്കെ നോട്ട്സ് ആക്കി എഴുതി വെക്കാം. നമ്മളിത് പൊളിക്കും. ഓക്കെ. അപ്പൊ 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്.
അതില് 4 to 7 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഈച്ച് എസ്സേക്ക് ഉണ്ടാവാം. ഒരു എസ്സേയിൽ 4 to 7 സബ് ക്വസ്റ്റ്യൻസ്, അടുത്ത എസ്സേയിൽ 4 to 7 സബ് ക്വസ്റ്റ്യൻസ്. ആ സബ് ക്വസ്റ്റ്യൻസിനാണ് സെനേരിയോ വായിച്ചിട്ട് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. ഇനി ഇതിന്റെ പേര് വലിയ സീന എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം നമ്മൾ മലയാളികൾ എന്താ വിചാരിക്കുക, ഇത് എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ആണ്, വെച്ചങ്ങ് കാച്ചു. കാര്യമില്ല, വെച്ച് കാച്ചുന്ന പരിപാടി ഇല്ല കേട്ടോ ഇത്. എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ സെനേരിയോ വായിക്കുന്നു, സെനേരിയോ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണോ സബ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന് നമ്മൾ ഉത്തരം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഉത്തരം കൊടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം. എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻ അല്ല, ആ ക്ലിയർ ആയിട്ട് ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ 2 or 3 സെന്റൻസിൽ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചത് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ വലിച്ചു വാരി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നില്ല, അതിനുള്ള സമയവും ഇല്ല. എത്ര സമയം കിട്ടാം നമുക്ക്? നമുക്ക് 1 hour കിട്ടാം. 1 hour പ്ലസ് ക്യൂമുലേറ്റീവ് ടൈം ഫ്രം MCQ, ഇഫ് എനി. MCQ 3 മണിക്കൂറാണെന്ന് നിങ്ങൾക്കറിയാം. അത് 2.5 മണിക്കൂറിൽ നിങ്ങൾ തീർത്തിട്ടുണ്ട് എങ്കിൽ അരമണിക്കൂർ എസ്സേയിലോട്ട് എന്താവാം, പോവാം. സാറേ ഇനി MCQയിൽ സമയം ഉണ്ടാവോ? ഡിപ്പെൻസ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോക്കും വൈലിയും ഗ്ലീമും ഈ കിട്ടുന്ന ബെക്കറും ഇനി ഈ പറയുന്ന പല ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റ് ആയ ഒരു കുട്ടിക്ക്, കാൽക്കുലേറ്ററിലൊക്കെ വളരെയധികം നോട്ട്സ് ഒക്കെ കുറച്ചിട്ട് കാൽക്കുലേറ്റർ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കുട്ടിക്ക് 2-2.5 മണിക്കൂറിൽ തീർക്കാൻ പറ്റും. 2.5 മണിക്കൂറിൽ തീർക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ തീർക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബാക്കി സമയം എന്തിലോട്ട് അക്യുമുലേഷൻ ആവും? എസ്സേയിലോട്ട് അക്യുമുലേറ്റഡ് ആവും. ഇനി ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ മെയ് വിൻഡോയിൽ എക്സാമിനേഷൻ എഴുതിയ ഒരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ടൈം തേഞ്ഞിരുന്നു MCQന്? ഹീ സെറ്റ്, ഒരുത്തൻ പറഞ്ഞു, സാർ എനിക്ക് ടൈം തേഞ്ഞില്ല. ഐ ആസ്ക്ഡ്, സോറി, അവളാ പറഞ്ഞത്, ഒരുത്തിയാ പറഞ്ഞത് ടൈം തേഞ്ഞില്ല. ഐ ആസ്ക്ഡ് വൈ. അവർക്ക് കിട്ടിയ മിക്ക ക്വസ്റ്റ്യൻസും 100-ൽ അറൌണ്ട് 60 to 70 ക്വസ്റ്റ്യൻസും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കമ്പ്യൂട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സാറേ ആ കമ്പ്യൂട്ടേഷനിലേക്ക് എനിക്ക് അറിയാം, എനിക്ക് കോൺഫിഡൻസും ഉണ്ട്, അത്യാവശ്യം നല്ലോണം എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്, മെജോറിറ്റി 60 to 70 കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഐ ഡിൻ ഗെറ്റ് മച്ച് ടൈം. ഇങ്ങനെ ഉണ്ടാവാം, ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ മെജോറിറ്റി ഓഫ് കുട്ടികൾക്കും ഈ ഇടയായിട്ട് കിട്ടുന്നത് ഈ പറഞ്ഞ സെറ്റ് അല്ല. ഐ മീൻ ഈ പറഞ്ഞ രീതിയിൽ 60 to 70 കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് അല്ല. മെജോറിറ്റി ഓഫ് കുട്ടികൾക്കും കിട്ടുന്നത് 60 to 70 കോൺസെപ്ച്വൽ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. 1 ലൈനൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. ബട്ട് ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ്. താഴെ പറയുന്ന സെന്റൻസിൽ ഏതാണ് ശരിയല്ലാത്തത്, അല്ലെങ്കിൽ ഇന്ന കോൺസെപ്റ്റ് ഏത് സെന്റൻസ് ആണ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു 1 or 2 ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത് എന്നാണ് ഇപ്പോൾ കുട്ടികൾ പറയുന്നത്. ശരിയല്ലേ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. 2 രീതിയിൽ വരാട്ടോ. ഒന്നെങ്കിൽ കൂടുതലും കാൽക്കുലേഷൻ വരാം, അങ്ങനെയാണെങ്കിൽ സമയം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും, കോൺഫിഡൻസ് ഉണ്ടാവും. രണ്ടാമത്തെ സെറ്റ് കൂടുതലും ഈ പറയുന്ന തിയറിറ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് വരാം, വെരി ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ വായിച്ചു തീരും. അങ്ങനെയാണെങ്കിൽ സമയം ഉണ്ടാവും, പക്ഷെ കുറച്ച് പാടുപെടും ഏതാണ് ഉത്തരം എന്ന് മനസ്സിലാവാൻ. എയും ബിയും സിയും ഡി ഒക്കെ ഒരേപോലെ ഉണ്ടാവും. ഇനി സാറേ ABCDEF എന്ന് ഒരു തത്തുല്യമായിട്ട് ചോദിക്കോ? അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഹോക്കിലുണ്ട് 10%, ഇത് 15%, അതിന്റെ വെയിറ്റ് അങ്ങനെ ഒന്നുമല്ല. എക്സാമിനേഷൻ ഏതോരോട് ചോദിച്ചാൽ അറിയാം. ചിലപ്പോൾ ചില സെക്ഷൻസ് കൂടുതൽ ഉണ്ടാവും, ചില സെക്ഷൻസ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ മൊത്തം ക്വസ്റ്റ്യൻസിന്റെ MCQ പൂളിൽ നിന്നും ഏതോ ഒരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതിൽ കാൽക്കുലേഷൻ കൂടുതൽ ഉണ്ടാവാം, തിയറി കൂടുതൽ ഉണ്ടാവാം, ഈ സെക്ഷൻ കൂടുതൽ ഉണ്ടാവാം, ആ സെക്ഷൻ കുറവുണ്ടാവാം, എന്തോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ചാണ്ടിരിക്കുക. നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. 100-ൽ 100 കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വന്നാലും 3 മണിക്കൂർ ഞാൻ തീർക്കും. എണ്ണം മട്ടിലുള്ള ടൈം മാനേജ്മെന്റ് ആയിരിക്കണം. എന്ത് മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് വന്നാലും, എന്ത് കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് വന്നാലും ഞാൻ അത് ഡീൽ ചെയ്യും. ഇത് ഡീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർ ഒപ്പിക്കാൻ പറ്റുമോ ആ സോഫ്റ്റ്വെയറുകളിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യും.
അത് MCQ ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ ക്യുമുലേറ്റീവ്, ഇപ്പൊ ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു 15 to 20 മിനിറ്റ്സ് ബാക്കി ഉണ്ടായിരുന്നു. അതെന്തായി? ക്യുമുലേറ്റീവ് ആയിട്ട് എസ്സേയിലോട്ട് പോയി. ഇനി എസ്സേയിലോട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ദ ടൈം ടു എക്സാക്ട് ഹാഫ്. നിങ്ങൾക്ക് 1 hour ആണ് കിട്ടുന്നെങ്കിൽ 30 minutes 30 minutes. ഇനി 1 hour 20 minutes കിട്ടുകയാണെങ്കിൽ 40 minutes 40 minutes. നിങ്ങൾക്ക് എത്രയാണോ എക്സസ് ടൈം ഉള്ളത് അതിനെ കറക്റ്റ് പകുതിയാക്കണം, നിർബന്ധമാണ്. കാരണം ചില ആളുകൾ മിക്ക ആളുകളും ആദ്യത്തെ എസ്സേ ക്വസ്റ്റ്യൻ നല്ല ഭംഗിയിൽ എഴുതി വെക്കും. എന്നിട്ട് വളരെ ഭംഗിയിൽ, അതായത് സമയം നോക്കാണ്ട് കട്ടക്ക് എഴുതി വെക്കും. രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് 15 minutes 20 minutes കണ്ടിട്ട് പേടിയായിട്ട് വളരെ സ്പീഡിൽ പ്രോബ്ലം, ഐ മീൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ പാസേജ് വായിക്കുകയും അതിൽ നിന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥ വരികയും സ്ട്രെസ് ആവുകയും സബ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ രണ്ടാമത്തെ എസ്സേയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ടാവുകയും ചെയ്യും. ചില സബ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുകയും. നെവർ എവർ ഡു ഇറ്റ്. കേട്ടോ, നിങ്ങൾ MCQ കഴിഞ്ഞ് എസ്സേവിന്റെ ഓപ്പൺ ആയാൽ എത്രയാണോ ടൈം, നിങ്ങൾ ഹാഫ് ആക്കിയിട്ട് ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ബഡ്ജറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം? ഫസ്റ്റത്തെ എസ്സേ ക്വസ്റ്റ്യന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഡിവൈഡ് ടൈം ഇൻ ടു എക്സാക്ട് ഹാഫ്. കാരണം എന്താ അറിയോ? പാർഷ്യൽ സ്കോറിംഗ് ഇസ് ദെയർ. I'll tell that. ഒരു മിനിറ്റ്, ഞാൻ മ്യൂട്ട് ആയിക്കട്ടെ എല്ലാവരെയും. വെരി വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻ മേരി. കാൽക്കുലേറ്റ് പേപ്പറിൽ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഇതിലോട്ട് എഴുതണോ? ഐ സെഡ് നോ. നെവർ എവർ ഡു ഇറ്റ്. പേപ്പറിൽ എഴുതി ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന എസ്സേല് നോട്ട് അടിക്കാന്ന് പറഞ്ഞാൽ അതിന് സമയം ഉണ്ടാവില്ല, ഗ്യാരണ്ടി. എക്സാമിനേഷൻ എഴുതിയവരോട് ചോദിച്ചാൽ മതി, അതിന് സമയം ഉണ്ടാവില്ല. ഒരു എസ്സേ ക്വസ്റ്റിന് അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി വെരി തിൻ ലൈൻ. പേപ്പർ തൊടാൻ പോലും സമയം ഉണ്ടാവില്ല. സാർ എനിക്ക് പേപ്പറിൽ എഴുതിയിട്ടാണ് പരിചയം. അതാ സഞ്ജു, ടൈം കിട്ടില്ല, അനുഭവമായിരിക്കും സഞ്ജു പറയുന്നത്. പേപ്പറിൽ എഴുതിയിട്ടാ പരിചയം മാറ്റണം. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യണം. ഹോക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഭാരമുള്ള സോഫ്റ്റ്വെയർസിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രാക്ടീസ് എസ്സേ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ സോഫ്റ്റ്വെയർ. ടൈപ്പ് ചെയ്തിട്ട് പഠിക്കാം. ഒക്കെ ഞാൻ ഒരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാൽക്കുലേഷൻ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ തീർത്തരാം. ഒരു മോക്കായിട്ടുള്ള 2 എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേ ശില്പം. ഇനി ഞാൻ പറയാൻ പോയത് എല്ലാം പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞുതരാം. പാർഷ്യൽ സ്കോറിംഗ് ഉണ്ട്. പാർഷ്യൽ സ്കോറിംഗ് ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് ചോദിച്ചു, ആ ടോപ്പിക്കിൽ ചോദിച്ച കാര്യങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തോ എന്നറിയാം. ആ എന്തോ ഒന്ന് ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്താൽ അത് ശരിയല്ലല്ലോ, എക്സാമിനർ എന്ത് വിചാരിക്കും, അങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട. അങ്ങ് നിങ്ങൾക്ക് എന്താണോ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിയാവുന്നത് അതങ്ങ് ടൈപ്പ് ചെയ്യാം. പാർഷ്യൽ സ്കോർ കിട്ടും. ഫുൾ മാർക്ക് ഇല്ലെങ്കിലും പാർഷ്യൽ സ്കോർ കിട്ടും. അപ്പൊ പാർഷ്യൽ സ്കോർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ ടൈമിന് ഹാഫ് ആക്കിയിട്ട് 2 എസ്സേ ക്വസ്റ്റ്യൻ എല്ലാ സബ് ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് എഴുതണം എന്ന് പറയുന്നത്. ആൻസർ എവറി സബ് ക്വസ്റ്റ്യൻ. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ സ്കോർ കിട്ടും. ആ സ്കോർ മതിയാവടാ ചിലപ്പോൾ 360 കിട്ടാൻ. ചിലപ്പോൾ ചില ആളുകൾ ഈ 354 അവരുടെ സ്കോർ ഉണ്ടാവാം. 350 താത്തി കെട്ടിയിട്ടുണ്ടാവാം. 2 3 മാർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 360 പോകും. അപ്പൊ ഒരു സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ തോപ്പിച്ചത്. അപ്പോ ആൻസർ എവറി സബ് ക്വസ്റ്റ്യൻസ്. വൈ? പാർഷ്യൽ സ്കോറിംഗ് ഇസ് ദെയർ. ഡിവൈഡ് ദ ടൈം ഇൻ ടു എക്സാക്ട് ഹാഫ്. 2 എസ്സേ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, എന്നാലേ നിങ്ങൾ പാസ്സാവും. 2. അടുത്തത്, സാർ ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? പ്രിഫർ ക്ലിയർ ബ്രീഫ് സെന്റൻസസ്, നോട്ട് എസ്സേ. പ്രിഫർ ഷോർട്ട് ഫോം ഉദ്ദേശിക്കും, മനസ്സിലായി? ഞാൻ എല്ലാം പറയാം. പ്രിഫർ ക്ലിയർ ബ്രീഫ് സെന്റൻസസ്. ഇനി സാറേ ബുള്ളറ്റിംഗ് പോയിന്റ്സ് പറ്റോ? ബുള്ളറ്റിംഗ് പോയിന്റ്സ് ഇസ് ഓൾസോ അലൗഡ്. സെന്റൻസസ് ആണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ കൂടി, ഇപ്പൊ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് എന്ന് ചോദിച്ചു. അപ്പോ ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റിംഗ് പോയിന്റ്സ് ആക്കി ടക്ക് 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 എൻ്റർ അടിച്ചിട്ട് എഴുതാവുന്നതാണ്. ബുള്ളറ്റിംഗ് പോയിന്റ്സ് ആർ ഓൾസോ അലൗഡ് ഇഫ് റിക്വയർഡ്.
അടുത്തത്, അടുത്ത പോയിന്റ്, റീഡ്. ഇത് എന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ എങ്ങനെ ചെയ്യാം? ആദ്യം റീഡ് റിക്വയർമെന്റ്സ് ഫസ്റ്റ്, അതായത് സബ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ഞാൻ പെട്ടെന്ന് ഞാൻ പറയല്ലേ 4 to 7 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ആ സബ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സ്കിം ചെയ്ത് ഞാൻ വായിക്കും. അത് വായിച്ചതിന് ശേഷം ആണ് ഞാൻ എന്ത് വായിക്കുക? നിങ്ങളുടെ എസ് എ സെനേരിയോ വായിക്കാം. വൈ? അതെന്താ ഹെൽപ്പ് ചെയ്യാൻ കാരണം? ദിസ് ഹെൽപ്സ്. വൈ? നിങ്ങൾ ചുമ്മാ സെനേരിയോ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടാ പോകുന്നു എന്നുള്ളത് ഐഡിയ ഉണ്ടാവില്ല. നേരെ മറിച്ച് ക്വിക്ലി സബ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത് എന്തിനു. അപ്പോൾ അവിടെ താഴെ കൊടുക്കുന്നത് ഡിഫൈൻ നോർമൽ കോസ്റ്റിംഗ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദിസ്, കാൽക്കുലേറ്റ് ദാറ്റ്, കാൽക്കുലേറ്റ് ദിസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാവും, ഓക്കെ ഇതിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇനി ഞാൻ എസ് എ അഥവാ സെനേരിയോ വായിക്കാം. അപ്പൊ സെനേരിയോ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഇന്ന രീതിയിലാണ് ഇന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് ഗ്രാസ്പ് ചെയ്യും. അപ്പോ ബിലീവ് മീ, അധിക പേര് നേരെ എസ് എ അങ്ങ് വായിക്കാൻ തുടങ്ങും, എന്നിട്ട് റിക്വയർമെന്റ്സ് വായിക്കും, എന്നിട്ടോ റിക്വയർമെന്റ്സ് വായിച്ചാൽ ഇത് എന്താ ചോദിച്ചേ, ഇതൊക്കെ ആണല്ലോ ചോദിച്ചേ, വീണ്ടും എസ് എയിലോട്ട് പോകും. ബിലീവ് മീ, അതാണ് യൂഷ്വലി കുട്ടികൾക്ക് സംഭവിക്കുന്ന തെറ്റ്. ഡോണ്ട് ഡു ഇറ്റ്. അതാണ് സഞ്ജു, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ്. നിങ്ങൾ റിക്വയർമെന്റ്സ് വായിക്കാണ്ട് എസ് എ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെയാണ് റിക്വയർമെന്റ് വായിക്കുന്നതെങ്കിൽ തിരിച്ച് വീണ്ടും എസ് എ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കേണ്ടി വരും. അതിനൊന്നും ഇവിടെ സമയമില്ല. അപ്പോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻസ് ക്വിക്ലി വായിക്കുക. അപ്പൊ ഒരു ഫ്രെയിം വർക്ക് കിട്ടി. എവിടുന്നാ ചോദിച്ച്, ബഡ്ജറ്റിങ്ങിന് ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്, കോസ്റ്റിംഗിന് ഇന്നത് ചോദിച്ചിട്ടുണ്ട്, വേരിയൻസ് ഇന്ന കാൽക്കുലേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇന്ന വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, അതാ ഈ ഒരു ലേബർ ഹവർ അവിടെ തന്നിട്ടുണ്ട്, ഓക്കെ അടുത്ത അങ്ങനെ വായിക്കുമ്പോൾ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ സിനേരിയോ പിന്നീട് വായിക്കുമ്പോൾ ഇറ്റ് വിൽ പക്ക. റീഡ് റിക്വയർമെന്റ് ഫസ്റ്റ്, ദെൻ എസ് എ സിനേരിയോ വായിക്കണം. എന്നിട്ട് ഓരോരോ റിക്വയർമെന്റ്സിലോട്ട് വീണ്ടും വന്നിട്ട് ഓരോരോ റിക്വയർമെന്റ്സ് ആൻസർ ചെയ്തിട്ട് പോവാം. ഒരാൾ ചോദിച്ചു, സാർ ഓർഡറിൽ ചെയ്യണോ? ഡു ഇറ്റ് ഇൻ ഓർഡർ. ഓർഡർ മാറ്റി കൊളാക്കണ്ട. വൈ? ബിക്കോസ് എവ്രി സബ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി പാർഷ്യലി, അറ്റ്ലീസ്റ്റ് പാർഷ്യലി അറ്റൻഡഡ്. അപ്പൊ ABC 1 2 3 ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ ആ ഓർഡറിൽ തന്നെ പോവാം. ഡോണ്ട് സ്കിപ്പ് എനി ക്വസ്റ്റ്യൻസ്. ഓർഡർ തെറ്റിച്ച സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഡോണ്ട് ഡു ഇറ്റ്. അടുത്തത്, ഇന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. അടുത്തത് നമുക്ക് ഒന്ന് നോക്കാം. ഒരു എസ് എ വായിക്കാൻ ഞാൻ പറയുന്നു ഒരു 4 to 5 മിനിറ്റ് പോകും. ഒരു എസ് എ വായിക്കാൻ റിക്വയർമെന്റ്സ് വായിച്ച് വീണ്ടും എസ് എ വായിക്കാനൊക്കെ ഒരു 5 മിനിറ്റ് പോകുന്നതായിരിക്കും ആവറേജ്. 5 അല്ല, ചിലപ്പോൾ അതിനേക്കാൾ ഒരു 8 മിനിറ്റ് ഒക്കെ പോകും. ആ ടെൻഷനിലൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു 8 മിനിറ്റ് പോയി. ബാക്കി 22 മിനിറ്റ് ഉണ്ട് ഒരു എസ് എഴുതാൻ. ഏഴ് സബ് ക്വസ്റ്റ്യൻസ് വന്നാല് ഡിവൈഡ് ബൈ 7, അപ്രോക്സിമേറ്റ്ലി 3 minutes പെർ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ ടൈപ്പ് ചെയ്യാൻ. അതിന് എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻ പറ്റുമോ? പറ്റില്ല. 2 or 3 sentences മാക്സിമം അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെച്ചങ്ങ് കാച്ചിട്ട് കാര്യമില്ല. അതിന് കൊടുത്തിരിക്കുന്ന ഒരു മാർക്ക് ഉണ്ടാവും, അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ അടിപൊളി ഭംഗിയാക്കുക എന്നുള്ളതിലുപരി എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിലാണ് മാർക്ക് കൂടുതൽ കിട്ടുക. ബിലീവ് മീ. അടുത്തത്, ഡു ഓൾ അവൈലബിൾ എസ് എ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അധിക കുട്ടികളും എല്ലാ കിറ്റിലെയും എല്ലാ MCQ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രിഫറബിളി ഹോക്കിൽ, ഇപ്പൊ ഇന്ത്യയിലായി ഹോക്കാണുള്ളത്. ഞാൻ പഠിക്കുമ്പോൾ വൈലി ചെയ്തിനെ, വൈലി ഹോക്കും ഗ്ലിമ്മും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഹോക്കാണ്. ഹോക്കിൽ ഈ പറഞ്ഞ മാതിരി ഓരോ സെക്ഷൻസിനും 10 to 15 എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ സെക്ഷൻസിൽ. അതെല്ലാവരും ചെയ്യണം, നിർബന്ധമാണ്. അത് ചെയ്യല് വളരെയധികം നിർബന്ധം. ടൈം ഫ്രെയിംഡ് ആയിട്ട് ചെയ്യണം. ഇനി അടുത്ത വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് അടുത്ത പറയാൻ പോകുന്നത്, ബി പ്രിപ്പയർഡ് വിത്ത് മെനി ആൻസേഴ്സ്. ഐ ടെൽ യു ദിസ്. കേട്ടെ, വാട്ട് ഇസ് വാല്യൂ ചെയിൻ അനാലിസിസ്? എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ വാട്ട് ഇസ് വാല്യൂ ചെയിൻ അനാലിസിസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വാല്യൂ ചെയിൻ എനിക്കറിയാം, അതിങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാല്
നിങ്ങൾ ആ സമയത്ത് എക്സാമിനേഷന്റെ സമയത്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മിക്ക കുട്ടികൾക്കും ശരിയാവില്ല. എനിക്ക് ശരിയാവില്ല. എനിക്ക് അതിന് മാത്രം ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ സെന്റൻസ് ടൈപ്പ് ചെയ്യും, വാലിജീൻ ഇങ്ങനെ 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 കാണും, ഇങ്ങനെ ഇങ്ങനെ കാണും, എന്നിട്ട് ഞാൻ തന്നെ വായിച്ചു നോക്കും. ശരിയില്ലല്ലോ, ദിസിന്റെ പകരം ദാറ്റ് ഇടാ, ഇസിന്റെ പകരം വാസിട എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതിനൊന്നും ഇവിടെ സമയമില്ല. അപ്പൊ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് അറിയാം, ഉറപ്പാണ്. പക്ഷെ ഞാൻ പറയട്ടെ, 90% കുട്ടികൾക്കും ആ കോൺസെപ്റ്റ് വളരെ കുറഞ്ഞ സമയത്ത് വളരെ ക്രിസ്പായിട്ട് ഇംഗ്ലീഷ് സെന്റൻസിലോട്ട് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും. ടെൽ മി യെസ് ഓർ നോ പ്ലീസ്. ടെൽ മി യെസ് ഓർ നോ. അതിനുള്ള പോംവഴി എന്താ അറിയോ? ഞാൻ ആരോ നോന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നല്ല ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പോയിന്റ് ബാധകല്ലേ. പക്ഷെ ഞാൻ പറയുന്നത്, എന്നെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ബി പ്രിപ്പയർഡ് വിത്ത് ആൻസേഴ്സ്. ഞാൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? വാല്യൂ ചെയിൻ അനാലിസിസ് എന്താന്ന് ചോദിച്ചാണ്ടല്ലോ, എന്റെ റെഡിമെയ്ഡ് ഉത്തരം ഉണ്ട്. അന്ന് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് കൊടുക്കും, ഞാൻ വാല്യൂ ചെയിൻ അനാലിസിസ് എന്താന്ന് അങ്ങോട്ട് കൊടുക്കും. ഡിഫൈൻ നോർമൽ കോസ്റ്റിംഗ് എന്ന് ചോദിച്ചാണ്ടല്ലോ, എല്ലാവർക്കും അറിയാം നോർമൽ കോസ്റ്റിംഗ്. മെറ്റീരിയൽ ലേബർ ഇങ്ങനെ ആക്കിയിട്ട് ഓവർ ഹെഡ് പ്രീ ഡിറ്റർമൈൻഡ് ആക്കുന്ന പരിപാടിയില്ല, ഒക്കെ അറിയാം. ഇതെങ്ങനെ നിങ്ങൾ എഴുതും? ഇതെങ്ങനെ 2 സെന്റൻസിൽ നിങ്ങൾ എഴുതും? ഒന്ന് എഴുതി നോക്കിയപ്പോ 10 മിനിറ്റ് എടുക്കും നിങ്ങൾ വൃത്തിയുടെ സെന്റൻസ് ചെയ്താൽ. അപ്പൊ അതിനൊന്നും സമയമില്ല. എന്താ കാരണം? ബി പ്രിപ്പയർഡ് വിത്ത് ആൻസർ. പഠിച്ചു വെക്ക. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം. മെയിൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും എന്താണെന്ന് ചോദിച്ചാൽ റെഡിമെയ്ഡ് ഉത്തരം എന്റെ കയ്യിലുണ്ട് ആ സമയത്ത്. അത് വളരെയധികം ക്രൂഷ്യലാണ്. ഇന്ന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബി പ്രിപ്പയർഡ് വിത്ത് മെനി ആൻസേഴ്സ്. എല്ലാത്തിന്റെ ഡെഫിനേഷൻ എന്താണ്, വാട്ട് ഇസ് എന്താണ്, എല്ലാത്തിന്റെയും ഇപ്പൊ എല്ലാ സബ് ടോപ്പിക്സ് ഉണ്ടാവില്ല, എല്ലാം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി, നിങ്ങൾക്കൊക്കെ എന്തുണ്ട്, ചാറ്റ് ജി പി ടി ഉണ്ട്. ചോദിച്ചു വെക്കുക, 2-3 സെന്റൻസിൽ ഇന്ന കാര്യം ഒന്ന് പറഞ്ഞു തന്നാറ ചാറ്റ് ജി പി ടി പറയും. അപ്പൊ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല, മേക്ക് ഇറ്റ് സിമ്പിൾ. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് കിട്ടും. അതങ്ങ് സെറ്റ് ചെയ്തിട്ട് പഠിച്ചു വെക്കാം. ചോദിച്ചാൽ ടട്ടേ കൊടുക്ക പണി. അപ്പൊ ബി പ്രിപ്പയർഡ് വിത്ത് മെനി ആൻസേഴ്സ്. ദർ ഇസ് നോ ടൈം ടു കൺസ്ട്രക്ട്. എക്സാക്ട്ലി. ഒരു സാംസങ് എസ് എം പറയുന്നത് പുള്ളി ഈ ഒരു പ്രശ്നത്തിൽ പെട്ടു വന്നു. അപ്പൊ എല്ലാവരുടെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ചർച്ച ചെയ്തതോടുകൂടി ഈ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആവർത്തിക്കരുത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായതാണ് 2016 പാർട്ട് 1 പാർട്ടും. അപ്പൊ ബി പ്രിപ്പയർഡ് വിത്ത് മെനി ആൻസേഴ്സ്. എല്ലാത്തിന്റെ ആൻസർ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദർ ഇസ് നോ ടൈം ടു കൺസ്ട്രക്ട് യുവർ ഓൺ വേർഡ്സ്. അത്രക്കും ഇംഗ്ലീഷ് പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടന്റ് കാര്യം. അതുകൊണ്ട് ഞാനിത് ഹൈലൈറ്റ് ചെയ്യാൻ പോകും. ഇതാണ് നട്ടൽ ഓഫ് എസ് എ ക്വസ്റ്റ്യൻ. ഇതിന്റെ മാർക്ക് അറിഞ്ഞിട്ട് എന്താ മക്കളെ? പാർട്ട് 1 430, പാർട്ട് 2 400. അതായത് നിന്റെ മാർക്ക്. അതിലൊന്നും കാര്യമില്ല, പാസ്സായാൽ മതി നിങ്ങൾ. എടാ, അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോകും. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എടാ, ഈ സൂം നിങ്ങൾ വേണമെങ്കിൽ വേറുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ പോണേ. സൂം ലിങ്ക് നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആർക്ക് വെച്ചാൽ കേട്ടോ. ഇത് റെക്കോർഡിങ്സ് ഉണ്ട്, റെക്കോർഡിങ്സ് വേണമെങ്കിൽ അവൈലബിൾ ആക്കി തരാം. ഏതെങ്കിലും ഒരു നമ്പർ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ടില്ല, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കി തരും. നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തിന് പാസ്സാവണം അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാലും മതി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകും. എല്ലാവരും റെഡിയായ? ഉറക്ക് തൂങ്ങിയിട്ട് എണീച്ചിട്ട് മടിയൊക്കെ വിട്ട് സെറ്റായേ കേട്ടോ. കണ്ടേ? attention to verbs. The most important thing is this. Attention to verbs. Nuttel of essay question scoring ആണത്. Attention to verbs. സാറേ, വേർബ് എന്നത് ഇംഗ്ലീഷ്? അതെ. ലിസൺ വെരി കെയർഫുള്ളി. ഇതാണ് ഞാൻ പറഞ്ഞത്. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. സംസാരിക്കില്ലേ? ഫ്ലോ പോന്ന്. ടു ദ ക്വസ്റ്റ്യൻ. സാർ, അങ്ങനെയാണ് ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കുക കേട്ടോ. അത് വേർബിന് അറ്റൻഷൻ കൊടുത്തോണ്ടാണ്. എന്താണ് വേർബ് കേട്ടോ? ചില ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാവാം, ഡിഫൈൻ എന്ന് കാണാം. ഡിഫൈൻ അത്, ഡിഫൈൻ ഇത്, ഡിഫൈൻ ഇത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? അതിന്റെ എക്സാക്ട് മീനിങ് എഴുതി കൊടുത്താൽ മതി.
ഒരു 2 സെന്റൻസിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഡിഫൈൻ ഇന്നത്, ഡിഫൈൻ അത്, ഡിഫൈൻ ഇത് എന്ന് വെച്ചാൽ ഡിഫൈൻ ഔട്ട്സോഴ്സിങ് എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് ഡെഫിനിഷൻ അങ്ങ് കൊടുക്കാം ഒരു 2 സെന്റൻസ്. അതേ മതി. എസ്ഐയുമായി കണക്ട് ചെയ്യൊന്നും വേണ്ട. ഡിഫൈൻ എന്ന് വെച്ചാൽ അതങ്ങ് എഴുതാം. ഇനി ഡിസ്ക്രൈബ് എന്ന് വെച്ചാൽ പല വേർബുകൾ കാണാം. ഡിസ്ക്രൈബ് എന്ന് വെച്ചാൽ ഡിഫൈനെക്കാളും കുറച്ചും കൂടി എഴുതാന്നുള്ളതാണ്. ഒരു 3 സെന്റൻസ് എഴുതാം. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്ന ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെയും നിങ്ങൾ എസ്സേയുമായിട്ട് പാസേജുമായിട്ട് മിക്സപ്പ് ഒന്നും ചെയ്യണ്ട. അതെന്താണ് ആ ഒരു ടോപ്പിക് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്താൽ മതിയാവും. ഇനി ചിലപ്പോൾ കമ്പയർ എന്ന് ചോദിക്കാം. ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കമ്പയർ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. കമ്പയർ. അപ്പൊ കമ്പയർ എന്ന് പറയുമ്പോൾ എഗെയിൻ 2-3 സെന്റൻസ് ചെയ്താൽ മതി. ഇനി അങ്ങോട്ട് എല്ലാം 2-3 സെന്റൻസ് ചെയ്താൽ മതി. കമ്പയർ എന്ന് പറയുമ്പോൾ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് വെച്ചിട്ടാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലൈക്ക് എങ്ങനെ? മാർജിനൽ കോസ്റ്റിംഗിലാണെങ്കിലും അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഡയറക്ട് ലേബർ, ഡയറക്ട് മെറ്റീരിയൽ, വേരിയബിൾ മാനുഫാക്ചറിംഗ് ഓവർ പ്രൊഡക്ട് കോസ്റ്റ് ആക്കുന്നു. സിമിലാരിറ്റീസിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർ ഉണ്ട്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പ്രൊഡക്ട് കോസ്റ്റ് ആക്കുന്നു. നേരെ മറിച്ച് മാർജിനൽ കോസ്റ്റിംഗ് എന്താക്കുന്നു? ഈ പറയുന്ന പീരിയഡ് കോസ്റ്റ് ആക്കുന്നു. ഡിഫറൻസസ്. Absorption costing is used for financial reporting, whereas marginal costing is used for internal analysis purpose. Differences. കമ്പയർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഒരു 1-2 സെന്റൻസ് സിമിലാരിറ്റിനെ കുറിച്ചും 1-2 സെന്റൻസ് ഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലുള്ളത് ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഡിസ്കസ്, എക്സ്പ്ലെയിൻ, അനലൈസ്, അസസ് എന്നൊക്കെ ചില ക്വസ്റ്റ്യനിൽ കാണാം, റിക്വയർമെന്റിൽ കാണാം. ഇത് കണ്ടാൽ ഒരു 3 സെന്റൻസ് മിനിമം എഴുതിക്കോ. 3 or 4 സെന്റൻസ് എഴുതിക്കോ. മസ്റ്റ് കണക്ട് ടു ദ സെനേരിയോ. സെനേരിയോയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും അവര് ആഗ്രഹിക്കുന്നത്. എക്സ്പ്ലനേഷൻ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ, അസസ് എന്നൊക്കെ പറഞ്ഞാൽ ആ സിറ്റുവേഷൻ അസസ് ചെയ്യാനാണ്. അപ്പോ നിങ്ങൾ 3 to 4 സെന്റൻസ് ചെയ്താൽ നിർബന്ധമായിട്ടും ഈ ഒരു വേർബ് ആണ് ചോദിച്ചതെങ്കിൽ സെനേരിയോയുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങളുടെ പാസേജിൽ ഒരു കമ്പനീനെ കുറിച്ചിട്ടാണല്ലോ തരാം. ആ കമ്പനീന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ആ കമ്പനീന്റെ പേരൊക്കെ പരാമർശിച്ചിട്ട്, ആ കമ്പനിയിൽ ഒരു മാനേജറൊക്കെ ഉണ്ടെങ്കിൽ മാനേജർ ഇങ്ങനെ ആക്കി എന്നൊക്കെയുള്ള രീതിയിൽ പരാമർശിച്ചിട്ട് സെനേരിയോയുമായി കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആൻസർ കൺസ്ട്രക്ട് ചെയ്യാൻ. ചലഞ്ചിങ് ആണ്. ഇനി ജസ്റ്റിഫൈ എന്ന് കാണാം. ജസ്റ്റിഫൈ ദാറ്റ് മാനേജർ എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പൊ നിങ്ങൾ സെനേരിയോയിൽ നിന്ന് തന്നെ പ്രൊവൈഡ് റീസൺസ് ടു സപ്പോർട്ട് ഫ്രം ദ സെനേരിയോ ഓർ ജനറൽ. സെനേരിയോ ഒന്നും കിട്ടില്ലെങ്കിൽ ജനറൽ ആയിട്ട് ചെയ്താം. ഇപ്പൊ ജസ്റ്റിഫൈ എന്ന് ചോദിച്ചാൽ അതെന്താന്ന് എഴുതി വെക്കുന്നതിന് വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല, പാർഷ്യൽ സ്കോർ കിട്ടും. അതാണ് വേർബിന് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ജസ്റ്റിഫൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജസ്റ്റിഫൈ ഇന്ന ആളെ ആക്ട് ജസ്റ്റിഫൈ ചെയ്യാം. അപ്പൊ നമ്മള് സെനിയോറിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അപ്പം തോന്നുന്ന കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ സപ്പോർട്ട് ആയിട്ടുള്ള റീസൺസിനെ കണ്ടെത്തിയിട്ട് അതെ. കാൽക്കുലേറ്റ് എന്ന് കാണാം. പലപ്പോഴും കാൽക്കുലേറ്റ് എന്ന് കാണാം. കാൽക്കുലേറ്റ് എന്ന് കണ്ടാൽ കാൽക്കുലേഷൻ മാത്രമേ IMA ICMA ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ അതെന്താണെന്നൊന്നും പറയണ്ട. കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ്. അപ്പൊ നിങ്ങൾ ഏതാണ് സെന്റൻസ്? ചുമ്മാ ഇരുന്നോട്ടെ. ബ്രേക്ക് ഇവൺ പോയിന്റ് ഇസ് എ പോയിന്റ് അറ്റ് വിച്ച് there is no profit or not. ആവശ്യമില്ല. സ്റ്റിക്ക് ടു ദ വേർബ്. കാൽക്കുലേറ്റ്, ജസ്റ്റ് കാൽക്കുലേറ്റ്, ദാറ്റ്സ് ഇറ്റ്. നമ്പറുകൾ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അത് മതി. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ചെയ്താൽ വലിയ വലിയ ഇക്വേഷൻ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫോർമുല ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ഹോക്കിലെ സൊല്യൂഷൻസ് നോക്കുന്ന സമയത്ത് അവരും എന്ത് കൊടുക്കുന്നില്ല? ഈവൻ ഫോർമുലാസ് പോലും കൊടുക്കുന്നില്ല. കാൽക്കുലേറ്റ് മീൻസ് കാൽക്കുലേറ്റ്. ഫൈനൽ ആൻസർ മാത്രമല്ല, സ്റ്റെപ്പ് വേണം. സ്റ്റെപ്പ് വേണം, നിർബന്ധമാണ്. സ്റ്റെപ്പ് വേണം, നിർബന്ധമാണ്.
ഷോർട്ട് ഫോംസ് കോമൺ ആയിട്ടുള്ള ഷോർട്ട് ഫോംസ് ഒക്കെ ഉപയോഗിക്കാം. ഇപ്പൊ ഫോർമുലയിൽ ഷോർട്ട് ഫോം ഉപയോഗിക്കാൻ പറ്റുമെന്നല്ലേ ചോദിച്ചത്? ഫോർമുല എന്നെ നിർബന്ധമില്ല. അപ്പൊ ഫോർമുലയിൽ ഷോർട്ട് ഫോം ഉപയോഗിച്ചു, നോ ഇഷ്യൂ. ഹൗ മെനി സ്റ്റെപ്സോ? ഞാനൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട്, അതിൽ നോക്കി ഞാൻ കാണിക്കും. സഹിലെ, സാഹിലെ, ഞാൻ കാണിക്കുന്നുണ്ട്. സാർ ഇസ് ഹോക്ക് ഇനഫ്? ഹോക്ക് മാത്രം ചെയ്ത് കുട്ടികൾ പാസ്സായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹോക്ക് മാത്രം മതിയൊന്നല്ല. ഞാൻ പറയുന്നത് ടൈം ഉണ്ട് എങ്കിൽ ഡു എവ്രി സോഫ്റ്റ്വെയർ. ഇനി അടുത്തത്, ഇപ്പൊ കാൽക്കുലേറ്റർ വെച്ചാൽ ജസ്റ്റ് ഗിവ് കാൽക്കുലേഷൻ. ഫോർമുല എഴുതാൻ പറ്റുമെങ്കിൽ ടൈപ്പ് ഫോർമുല. അധികം അതിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട ഫോർമുലക്ക്. ഇപ്പോ അവര് ആറ് ചോദിക്കാണ്, കാൽക്കുലേറ്റ് ആർ, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷനും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ചോദിക്കണം. അതിന്റെ ഫോർമുല എഴുതാന്നൊക്കെ ഒന്നും വേണ്ട, അതിന് ഇതാന്ന് പോയില്ല. ബ്രേക്ക് ഔട്ട് പോയിന്റ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. കാൽക്കുലേറ്റ് എന്ന് ഒരു ഉദ്ദേശിക്കുന്നത് കാൽക്കുലേഷൻ മാത്രം മതി, പക്ഷെ സ്റ്റെപ്പ് ആയിട്ട് വേണം. ആ കണ്ടാ മനസ്സിലാവണം. അവിടെ നോക്കി എഴുതിയതല്ല, ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എത്തിയതാണെന്നുള്ളത് പുള്ളിക്ക് കണ്ടാ മനസ്സിലാവണം. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ഇതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കി തരാൻ പറ്റുമോ. അടുത്തത്, കാൽക്കുലേറ്റ് മീൻസ് ജസ്റ്റ് ഗിവ് കാൽക്കുലേഷൻ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് ഡെമോ ആയിട്ട് ഞാൻ കാണിച്ചത് ഓൾറെഡി. ഞാൻ സോൾവ് ചെയ്ത എസ് എ ക്വസ്റ്റ്യൻസ് അത് നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. അടുത്ത യൂഷ്വലി കാണുന്നതാണ് ഐഡന്റിഫൈ. ജസ്റ്റ് പോയിന്റ്സ് പറഞ്ഞാൽ മതി, ജസ്റ്റ് പോയിന്റ്സ് പറഞ്ഞാൽ മതി, നോ എക്സ്പ്ലനേഷൻ നീഡഡ്. ഐഡന്റിഫൈ എന്ന് വെച്ചാൽ എന്താ? അത് കണ്ടെത്താന്നുള്ളതാണ്, കണ്ടെത്തി പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് അറ്റൻഡ് ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. കാൽക്കുലേഷൻ സെനേരിയോ ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? അങ്ങനെയല്ല. ഇപ്പൊ ഇന്നത് ചോദിച്ചാൽ അത് കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ നമ്പറുകളൊക്കെ സെനേരിയോ എന്നാണ് കിട്ടുക, അത് നോക്കിയിട്ട് കമ്പ്യൂട്ടേഷൻ എഴുതി കൊടുക്കാന്നുള്ളൂ. നിങ്ങൾ അതിന്റെ ഉള്ളിൽ എന്തൊന്നും എഴുതണ്ട, നിങ്ങൾ ഡിസ്കഷൻ ഒന്നും മിക്സ് ചെയ്യണ്ട. കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ്, അത് മതി. ഇനി ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നോ എക്സ്പ്ലനേഷൻ നീഡഡ്. ഇപ്പോ ഐഡന്റിഫൈ 4 സ്റ്റേജസ് ഓഫ് ടാർഗറ്റ് കോസ്റ്റിംഗ്. ജസ്റ്റ് സ്റ്റേജ് ടപ്പ് 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 എഴുതി വെച്ചാൽ മതി, സ്റ്റെപ്പുകൾ. അല്ലെങ്കിൽ ഐഡന്റിഫൈ 5 സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ഡെവലപ്മെന്റ് സ്റ്റേജ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഇങ്ങനെ ഡൺ. ദാറ്റ്സ് ഇറ്റ് മതി. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ കോറിലേഷൻ സിലബസ് എന്തോ എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ എടുപ്പ് എടുത്താൽ ബഡ്ജറ്റ് ഞാൻ കുറെ എടുത്തിട്ട്. പെർ ഡേ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണോ, എത്ര പറ്റുമോ അത്രയും. 200 ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 50 പറ്റുള്ളൂ, പിന്നെ 100, പിന്നെ 200 ആവും. എടാ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യില്ലേ, ഞാൻ എസ് എ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം തരാം. അവസാനം എസ് എ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറഞ്ഞ് രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എന്തും ചോദിച്ചോ, വേണമെങ്കിൽ 11 മണി വരെ ഞാൻ ഇവിടെ കുത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാം, എനിക്കറിയാവുന്നതാണെങ്കിൽ. ഓക്കെ ആണോ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ പോണേ, ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോണേ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ പോണേ. there will be അല്ലെങ്കിൽ there might be 2 verbs in single question. Identify and explain എന്ന് കാണാം. 2 verbs in single requirement. Define and explain. Define and discuss. അപ്പൊ രണ്ടിനും നിങ്ങൾ ഉത്തരം കൊടുക്കും. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും എന്തെന്ന്, എന്നിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് അതിന്റെ ഒരു 1 ലൈൻ സെന്റൻസ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ ലുക്ക് ഫോർ ടു വേർബ്സ്. ഒരു എസ്സേയിൽ മിക്കവാറും 1-2 റിക്വയർമെന്റ്സിന് 2 വേർബ് ഉണ്ടാവും. മക്കളെ ഒരു ഐഡിയ കിട്ടുമോ? എസ് എ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ കിട്ടിയോ? ഈ വേർബ്സിനെ കൊണ്ട് വേർബ്സ് ടെൻഷൻ കൊടുക്കുക, വേർബ്സ് ഇന്ന വേർബ്സുകൾ ചോദിച്ചാല് ആ രീതിക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത് ഏകദേശം കിട്ടിയോ? ആദ്യമായിട്ടല്ലേ ഇതിനെ കുറിച്ച് കേൾക്കുന്നത്? ഇങ്ങനെയാ മാർക്ക് സ്കോർ ചെയ്യുക. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, അല്ലാണ്ട് നിങ്ങൾ തോന്നിയ പോലെ എഴുതലല്ല. എന്താണോ ചോദിച്ചത് അത് കൊടുക്കാന്നുള്ള. ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിഫൈൻ ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഐഡന്റിഫൈ മതി. കാൽക്കുലേഷൻ ചോദിച്ചാൽ വെറും കാൽക്കുലേഷൻ മതി. എന്താണോ ചോദ്യം, എന്താണോ വേർബ്, അത് മതി. ലെറ്റ്സ് മൂവ് ഓൺ ടു സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഞാൻ അമൽ 2 വേർബ്സ് ചോദിക്കുമ്പോൾ 2 പാരാക്കി എഴുതണം. ഐ പ്രിഫർ ദാറ്റ്. വലിയ വലിയ പാരഗ്രാഫുകളൊന്നല്ലേ.
വൺ സെന്റൻസ്. ഇപ്പൊ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു. യൂഷ്വലി ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്ത ഡെഫിനിഷൻ ഒരു 1 or 2 സെന്റൻസ്, എൻ്റർ. എക്സ്പ്ലനേഷൻ ഒരു 2 സെന്റൻസ്, ഡൺ. അപ്പൊ ഡെഫിനിഷനിൽ എന്തുണ്ടാവില്ല, സെനീരിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല, എക്സാക്ട് മീനിങ് ഡെഫിനിഷനിൽ ഉണ്ടാവും. പക്ഷെ എക്സ്പ്ലനേഷനിൽ ഞാൻ എന്ത് ചെയ്യും, സെനീരിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗോഡ് ഇറ്റ് അമൽ പക്ക. അഡ്വാൻറ്റേജസ് എത്ര എഴുതണം എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയാ, ഓരോ സംഗതിക്ക് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആ സമയത്ത് തോന്നുന്ന എത്ര അഡ്വാൻറ്റേജസ് ഉണ്ടോ അതങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓരോ റിക്വയർമെന്റ്സിനും എത്രയാണ് മാർക്ക് എന്ന് ഒരു പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു വേണം 4 അഡ്വാൻറ്റേജസ്, 3 അഡ്വാൻറ്റേജസ്, അങ്ങനെ ചിലപ്പോൾ യൂഷ്വലി നമ്പറുകളും പറയാറുണ്ട്. അപ്പൊ ആ നമ്പറിനനുസരിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ പറയാം ഈ വേർബ് കിട്ടാൻ വേണ്ടി ഒരു പെട്ടെന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സ്പ്ലെയിൻ 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇന്നത് എന്ന് പറഞ്ഞാല് 2 അഡ്വാൻറ്റേജ് എഴുതി വെച്ചാൽ മാർക്ക് കുറയും. കാരണം വേർബ് എന്താ, എക്സ്പ്ലെയിൻ 2 അഡ്വാൻറ്റേജസ്. അങ്ങനെ വേർബ് ചോദിച്ചാൽ ആ അഡ്വാൻറ്റേജസിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. റിഹാനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഐഡന്റിഫൈ 4 അഡ്വാൻറ്റേജസ്. ജസ്റ്റ് ഐഡന്റിഫൈ, ടക് 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 എന്താണെന്ന് പറഞ്ഞാൽ മതി. എല്ലാത്തിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിക്കണമെന്നോ? എന്ത് ചോദ്യ, പഠിക്കണല്ലോ. അത് MCQലും വേണമല്ലോ. ഫോളോയിങ് ആർ ദ ഡിസഡ്വാൻറ്റേജ്, എല്ലാത്തത് ഇത് അഡ്വാൻറ്റേജ് എല്ലാം ഇതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പഠിക്കണ്ടേ? എല്ലാ പോയിന്റും പഠിക്കണം, കാണാപ്പാടല്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അത് MCQലും ഇമ്പോർട്ടന്റ് അല്ലേ ശില്പ? ഇത് ചോദ്യം ചോദിക്കുന്നത്, സാർ ഏത് സെക്ഷനാണ് കൂടുതൽ പഠിക്കേണ്ടത്? അങ്ങനെയൊന്നുമില്ല, എല്ലാ സെക്ഷനും എല്ലാം പഠിക്കണം. അഡ്വാൻറ്റേജ് പഠിക്കണം, പഠിക്കണം. ഡെഫിനിഷൻ പഠിക്കണം, പഠിക്കണം. എല്ലാം പഠിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റിനോട്ട് പോകാം. ഇപ്പൊ തന്നെ സമയത്ത് 38, 20 മിനിറ്റ് എടുക്കുന്ന അവസാനം 40 മിനിറ്റ് എടുക്കും. കുഴപ്പമില്ല, കുഴപ്പമില്ല. 433 പാർട്ടിസിപ്പൻസ് അല്ലേ? നമുക്ക് ഒന്ന് 2 essay ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി എലാൻസിലെ പിള്ളേർക്ക് വേണ്ടി സോൾവ് ചെയ്ത essay ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഞാൻ നമ്മുടെ പിള്ളേർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുത്തത്. കറക്റ്റ് അരമണിക്കൂറിൽ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. കണ്ടോ, അരമണിക്കൂറിൽ നമ്മൾ തീർത്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഓൾറെഡി സോൾവ് ചെയ്ത സെന്റൻസ് ഞാൻ ജസ്റ്റ് വായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഉപകാരപ്പെടുന്നത്. ഈ കേൾക്കുന്ന വിദ്യാർത്ഥികളിൽ പാർട്ട് 2 എക്സാമിനേഷൻ എഴുതുന്നവരുണ്ടാവും, പാർട്ട് 1 എക്സാമിനേഷൻ എഴുതുന്നവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് പാർട്ട് 1ലെയും ഒന്ന് പാർട്ട് 2ലെയും. ഫെയർ ആണോ? യെസ്, ലെറ്റ്സ് ഡു. നിങ്ങൾക്ക് ഒരു PDF കാണുന്നുണ്ടോ? യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ ആ അപ്രോച്ചിലൂടെ നമുക്ക് പോകട്ടോ. ആദ്യം ക്വിക്ക്ലി റിക്വയർമെന്റ്സ് നോക്കുന്നു. ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ജോബ് കോസ്റ്റിംഗ് സിസ്റ്റം കറന്റ്ലി യൂസസ്. ടടാ, ഇപ്പൊ പണ്ടൊക്കെ നിങ്ങൾ SC ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ, ഈ വേർബ് നിങ്ങളെ തലക്കടിച്ചു. ടെൽ മി യെസ് ഓർ നോ. ഇനി അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു. ടെൽ മി യെസ് ഓർ നോ. സൈക്കോളജിക്കലി ഏതാ മക്കളെ, പൊളി തന്നെ. അപ്പൊ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോ എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്നുള്ളത് ഞാൻ പഠിച്ചു വെച്ച സംഗതി ഒരു ഡെഫിനിഷൻ 1-2 സെന്റൻസിൽ എഴുതി വെക്കണം. പിന്നെ റോസ്വുഡുമായി ബന്ധപ്പെട്ടിട്ട്, കണ്ടോ, റോസ്വുഡ് എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 സെന്റൻസ് കൂടി എഴുതി വെക്കണം. ഡൺ. ഗോട്ട് ഇറ്റ്, ഹൗ ടു ആൻസർ? യെസ്. അടുത്ത് ഐഡന്റിഫൈ. ഐഡന്റിഫൈ എന്താന്ന് എഴുതി വെച്ചാൽ മതി. ബോ, വാട്ട് കോസ്റ്റിംഗ് സിസ്റ്റം വുഡ് ബി മോസ്റ്റ് സ്യൂട്ടബിൾ ഇഫ് റോസ്വുഡ് ബിഗിൻസ് മാസ് പ്രൊഡക്ഷൻ സ്കൂൾ യൂണിഫോംസ്. ഈ പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് മാസ് പ്രൊഡക്ഷൻ സ്കൂൾ യൂണിഫോംസ് ആണെങ്കിൽ ഏത് കോസ്റ്റിംഗ് സിസ്റ്റം ആണ് നല്ലതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ജസ്റ്റ് നെയിം ദാറ്റ് കോസ്റ്റിംഗ് സിസ്റ്റം. ഐഡന്റിഫൈ മീൻസ് ജസ്റ്റ് നെയിം ഇറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു, മൾട്ടിപ്പിൾ വേർബ്സ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ്പ്ലെയിൻ യുവർ ആൻസർ. അപ്പൊ ഈ സെനേരിയോവുമായി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത കോസ്റ്റിംഗ് സിസ്റ്റം എന്തുകൊണ്ട് ഇവർക്ക് നല്ലതാണ് എന്നുള്ളത് നിങ്ങൾ സെന്റൻസിൽ എഴുതേണ്ടി വരും. എക്സ്പ്ലെയിൻ എന്നുള്ള വേർബ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റിക്വയർമെന്റ്,
അപ്പൊ ഇത് വായിച്ചു തന്നെ മനസ്സിലായി, ഓക്കെ ജോബ് കോസ്റ്റിംഗ്, കോസ്റ്റിംഗ് എന്നാണല്ലോ ചോദ്യം. മക്കളെ, പണ്ടൊക്കെ ഒരൊറ്റ സെക്ഷനുമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. മിക്ക റിക്വയർമെന്റ്സ് ഒരു സെക്ഷനും ആണെങ്കിൽ പോലും ചില വേറെ സെക്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസും മിക്സ് ആയിട്ട് ചോദിക്കാം, സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഇപ്പൊ കോസ്റ്റിംഗ് മൊത്തം ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ബഡ്ജറ്റിങ്ങിനോ വേരിയൻസിനോ മിക്സ് ആയിട്ട് ചിലപ്പോൾ ESL തന്നെ ചോദിക്കാം. അടുത്തത്, ഫോർ ജോബ് 431 കാൽക്കുലേറ്റ്. എടാ എന്ത് കാൽക്കുലേറ്റ്, ജസ്റ്റ് ഷോ ദ കാൽക്കുലേഷൻ യൂസിങ് ഫുൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് അറിയോ, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഐഡിയ ഇല്ലാത്ത ഫുൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആയിരിക്കും ഓരോ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ആ കീ ടേം. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു അടി അങ്ങോട്ട് അടിക്കുക, ബെച്ചങ്ങ് കാച്ചും. മണ്ടത്തരമാണ്. വേർബ് നോക്കിയേ, കാൽക്കുലേറ്റ്, ജസ്റ്റ് കാൽക്കുലേറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇത് പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ എന്ന് ചോദിക്കലടാ, ചങ്ക് കത്തുന്നത്. ഇത് പാർട്ട് 1 കോസ്റ്റിംഗ് അല്ലേ, ജോബ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, ഫുൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പാർട്ട് 1 സെക്ഷൻ ഡി. പാർട്ട് 2ന്റെ ക്വസ്റ്റ്യൻ നമ്മൾ അപ്പുറത്ത് ചെയ്യും, തൊട്ടടുത്ത് തന്നെ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എന്താണ് ജോബ് കോസ്റ്റിംഗ് പറയാനുണ്ട്, വേറൊരു കോസ്റ്റിംഗ് അവർക്ക് നമ്മൾ ഐഡന്റിഫൈ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അടുത്ത, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫുൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ഡയറക്ട് കോസ്റ്റിംഗ്. ഡയറക്ട് കോസ്റ്റിംഗ് വെച്ചാൽ മാർജിനൽ കോസ്റ്റിംഗ്. പാർട്ട് തൊട്ട് അപ്പുറത്ത് ഞാൻ ചെയ്യണം HB, ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പാർട്ട് 2 ചെയ്യും. നീ ക്ലാസ് മൊത്തം അറ്റൻഡ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് കയറി വരാണോ? ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ക്വസ്റ്റിനെ കുറിച്ച് ഒരു 40 മിനിറ്റ് സംസാരിച്ചിട്ടാണ് പാർട്ട് 1 സോൾവിംഗിലേക്ക് വന്നത്. ഇത് കഴിഞ്ഞ ഉടനെ പാർട്ട് 2 സോൾവിംഗിലോട്ട്. ഇത് നോക്കി ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എന്തായാലും, ഇത് കണ്ടാൽ പാർട്ട് 1 പഠിക്കാത്തവരും കണ്ടോ. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിന്റെയും വേരിയബിൾ അഥവാ മാർജിനൽ കോസ്റ്റിംഗ് അഥവാ ഡയറക്ട് കോസ്റ്റിംഗിന്റെയും ഡിഫറൻസസ് പറയാനാണ് പറഞ്ഞത്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ, കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അടുത്ത, ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് കർവ്. കമ്പ്യൂട്ടേഷൻ ഒന്നും ചോദിച്ചില്ല, കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് കർവ്, എന്താണ് ലേണിംഗ് കർവ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഒരു ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ഒക്കെ പറയുമ്പോൾ ഒരു 3 to 4 സെന്റൻസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത്, ആഫ്റ്റർ കാൽക്കുലേഷനാ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 8,000 യൂണിഫോംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് ഡയറക്ട് ലേബർ കോസ്റ്റ് പെർ യൂണിഫോം, ഷോ യുവർ കാൽക്കുലേഷൻ. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇല്ലേ, അതിനാണ് ചോദ്യം. ലേണിംഗ് കർവ് വെച്ചിട്ട്, ലേണിംഗ് കർവിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം വേജ് റേറ്റ് തന്നിട്ടുണ്ടാവും. ലേണിംഗ് കർവ് വെച്ചിട്ട് നമ്മൾ ഹവർ ആണല്ലോ കണ്ടെത്താം, എസ്റ്റിമേറ്റഡ് ഹവേഴ്സ്. ആ ഹവേഴ്സ് ഇൻറ്റു വേജ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കിട്ടും. ആ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ റിക്വയർമെന്റ് വായിച്ചു, ഇനി നേരെ സെനീരിയോട് പോകുന്നു. നമ്മൾ 38 തുടങ്ങി, ഇപ്പൊ തന്നെ 6 മിനിറ്റ്. റോസ്വുഡ് ഡിസൈൻസ് പ്രൊഡ്യൂസസ് കസ്റ്റമൈസ്ഡ് ടെക്സ്റ്റൈൽസ് സച്ച് ആസ് ഡ്രസ്സസ്. കസ്റ്റമൈസ്ഡ് ടെക്സ്റ്റൈൽസ്, കസ്റ്റമൈസ്ഡ് വേണ്ട വിധത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. സച്ച് ആസ് ഡ്രസ്സസ്, ഫോർമൽ അറ്റയർ, യൂണിഫോംസ്. റോസ്വുഡ് ഇസ് എ സ്മോൾ സോൾ പ്രൊപ്പറേറ്റർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ സാമുവൽ വുഡ്. മുതലാളിന്റെ പേരാ. റോസ്വുഡ് യൂസസ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് സിസ്റ്റം. ഡ്യൂറിംഗ് ജൂലൈ റോസ്വുഡ് കംപ്ലീറ്റഡ് ജോബ് 431. അപ്പാടാ നമ്മൾ റിക്വയർമെന്റ് വായിച്ചോണ്ടുള്ള ഉപകാരം എന്താ അറിയോ, ഓക്കെ ജോബ് 431ന്റെ കോസ്റ്റ് കാൽക്കുലേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ആൻ ഓർഡർ ഓഫ് 2,000 സ്കൂൾ യൂണിഫോംസ്, 2000 സ്കൂൾ യൂണിഫോംസിന്റെ ഒരു ഓർഡർ ആണ് ജോബ് 431 എന്ന് പറയുന്നത്. അതിന്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. ബേസ്ഡ് ഓൺ ദ സക്സസ് ഓഫ് ദിസ് ലാർജ് ഓർഡർ, സാമുവൽ വുഡ് ഇസ് കോൺടംപ്ലേറ്റിംഗ് പ്ലാനിങ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ബിസിനസ് സ്ട്രാറ്റജി. ഇത് ഹിറ്റ് ആയാലും നമ്മൾ സ്ട്രാറ്റജിനെ മാറ്റാനാണ് പ്ലാന്. വുഡ് ഇസ് കൺസിഡറിങ് മാസ് പ്രൊഡക്ഷൻ ഓഫ് സ്കൂൾ യൂണിഫോംസ് ഗ്രാജുവലി ഫേസിംഗ് ഔട്ട് ദ കസ്റ്റം ഓർഡേഴ്സ്. ഇപ്പൊ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡറാണ് കൊടുക്കുന്നത്, ആവശ്യം അവരുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ തുന്നി കൊടുക്കുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ മാസ് പ്രൊഡക്ഷനിലോട്ട് പോവാണ്, കസ്റ്റം ഓർഡേഴ്സ് ഒഴിവാക്കിയിട്ട്. റെലവെന്റ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഈ 3rd ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും ആയിരിക്കും ഈ ഒരു സംഗതി തന്നിട്ടുണ്ടാവുക. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ അറിയോ, ഈ ഫോളോയിങ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് കണ്ടാൽ തന്നെ ഐ വിൽ സ്കിപ്പ് ദിസ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ നൗ ഫോർ ദ ടൈം ബി. കാരണം എനിക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ എന്ത് വേണ്ട, ഈ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ നിർബന്ധമില്ല. റൈറ്റ്, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ വായിക്കാം, പക്ഷെ എന്റെ മനസ്സിൽ എന്താ അറിയോ, കാൽക്കുലേഷൻ ആണ്, വീണ്ടും ഞാനിത് വായിക്കേണ്ടി വരും അല്ലേ, അല്ലടാ. അപ്പൊ ഞാൻ ഓക്കെ ഇങ്ങനെ നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഡോളർ, ഹവർ, ഓക്കെ പിന്നെ വായിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്രോച്ച് മനസ്സിലാക്കണേ, ലൈവായിട്ട് ഞാൻ കാണിക്കുന്നത്. ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ജോബ് കോസ്റ്റിംഗ്. എന്താണ് ജോബ് കോസ്റ്റിംഗ് നിങ്ങൾക്ക് അറിയാം.
അല്ലെ? പ്രോസസ് കോസ്റ്റിംഗിന്റെ ഓപ്പോസിറ്റ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ലെ? അക്കൗണ്ടിങ് ഫോംസിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, ടെക്സ്റ്റൈൽ ഫീൽഡിലൊക്കെ ജോബ് കോസ്റ്റിംഗ് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ അറിയാം. ഇതെങ്ങനെ എഴുതും? പഠിച്ചു വെക്കണം റെഡിമെയ്ഡ് ആയിട്ട്, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമുക്കൊരു സാമ്പിൾ ആൻസർ വായിക്കാം. ഇതാ. ഇപ്പൊ ഇവിടെ രണ്ട് വേർബ് ചോദിച്ചുകൊണ്ട് ആരോന്ന് ചോദിച്ചു, സാർ രണ്ട് കുഞ്ഞു കുഞ്ഞു പാരാക്കി എഴുതാൻ പറ്റും. പറ്റും. ഞാനാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡിഫൈൻ ജോബ് കോസ്റ്റിംഗ്. അപ്പൊ എന്താണ് ജോബ് കോസ്റ്റിംഗ് പറയാം? ജോബ് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ്. മതി. അരവിന്ദ, ഞാൻ അങ്ങനെ ചെയ്യാം. കാൽക്കുലേഷൻ ലാസ്റ്റ് ചെയ്താലും മതി. മതിടാ. രണ്ട് വ്യത്യസ്ത കാൽക്കുലേഷൻ ആണ്. ഓർഡറിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല. നിങ്ങളെ സ്ട്രാറ്റജി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ കോൺഫിഡൻസ് തരുന്ന ആ രീതിയിൽ പോവാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഫുൾ കാൽക്കുലേഷൻ ആണെങ്കിലും അപ്പൊ നമ്മൾ പെടും. അപ്പൊ അങ്ങനെ ചെയ്യണ്ട. ഈ ഓർഡറിൽ തന്നെ ചെയ്തോ. ബാക്കി നിങ്ങൾക്ക് വിട്ടുതന്ന് നിങ്ങളെ ഐഡിയ ഉണ്ടാവും. എടാ, ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ 100% ഗ്രാസ്പ് ചെയ്യണം നിർബന്ധമില്ലേ? ലൈക്ക് ഞാനൊക്കെ പറയുന്ന നോക്കിയാൽ അത് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നിങ്ങളുടേതായ ഒരു അപ്രോച്ച് നിങ്ങൾ കണ്ടെത്തുക. പ്രാക്ടീസിലൂടെ അത് സെറ്റപ്പ് ആക്കാന്നുള്ളതാണ്. അപ്പൊ ഡെഫിനേഷൻ ഞാൻ ആദ്യം കൊടുക്കും. ഡിഫൈൻ. ഇപ്പൊ എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്ന് ഓൾറെഡി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതങ്ങ് കാച്ചു. ജോബ് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് യൂസ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ ഓർഡർ. ഇറ്റ് ട്രാക്സ് ഓൾ like material, labor, overhead for each job separately. It's best for what is best? Job costing is best for custom or unique products. This is the definition. This is the definition. ഇന്ന് മതി ഡെഫിനിഷൻ ആയിട്ട്. ഞാൻ ലാസ്റ്റ് തരാം. ലാസ്റ്റ് ഞാൻ നമ്പർ തരാം. റെക്കോർഡിങ്സ് വേണമെങ്കിൽ ലാസ്റ്റ് ഞാൻ നമ്പർ തരാം കേട്ടോ. ഇനി എക്സ്പ്ലെയിനും കൂടി പറഞ്ഞുകൊണ്ട്, എക്സ്പ്ലെയിനും കൂടി പറഞ്ഞുകൊണ്ട് വാട്ട് ഐ സെഡ് പ്രീവിയസ്ലി. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ട്രൈ ടു കണക്ട് ടു ദ സെനേരിയോ. ട്രൈ ടു കണക്ട് ടു ദ സെനേരിയോ. കേട്ടോ? കണ്ടോ? കണ്ടോ? സെനേരിയോയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി സെനേരിയോന്റെ ആ കമ്പനീന്റെ പേരൊക്കെ ഞാൻ വെച്ച് എഴുതി. റോസ്വുഡ് യൂസസ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് വിച്ച് മീൻസ് ഇറ്റ് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഈച്ച് ജോബ് ഓർ ഓർഡർ സെപ്പറേറ്റ്ലി. ദിസ് ഇസ് ഗുഡ് ഫോർ കസ്റ്റം മെയ്ഡ് ഐറ്റംസ് ലൈക്ക് സ്പെഷ്യൽ ഡ്രസ്സസ്, formal attire or uniforms where each order is different. I connected to the Rosewood. I connected to the dresses, formal attire, uniforms, customized textiles. This should be the explanation. Connect to the scenario എന്ന് പറയുമ്പോൾ മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ? ഡിഫൈൻ എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എക്സ്പ്ലെയിൻ, ഡിസ്കസ്, അനലൈസ്, ഡിസ്ക്രൈബ് എന്നൊക്കെ പറയുമ്പോൾ ട്രൈ ടു കണക്ട് ടു ദ സെനേരിയോ. മനസ്സിലാവുന്നുണ്ടോ? ഉപകാരപ്പെടുന്നുണ്ടോ? കോൺഫിഡൻസ് കയറി 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 വരുന്നുണ്ടാ? ഐഡിയ കിട്ടുന്നുണ്ടാ? യെസ്. Next question. Identify what costing system would be most suitable if Rosewood begins mass production. പറഞ്ഞേ. നിങ്ങൾ പറയുന്ന ഉത്തരം. ഇതൊക്കെ വായിച്ചിട്ട് ഈ സെനേരിയോ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? കസ്റ്റം ഓർഡർ മാറ്റിയിട്ട് മാസ് പ്രൊഡക്ഷൻ കൊണ്ടുവരാനാണ് പ്ലാൻ എങ്കിൽ ഏത് കോസ്റ്റിംഗ് സിസ്റ്റം ആണെന്നല്ല. എക്സാക്ട്ലി. പ്രോസസ് കോസ്റ്റിംഗ് സിസ്റ്റം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, എക്സ്പ്ലെയിൻ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഞാൻ പറഞ്ഞ 2 വേർബ്സ് ഇമ്പോർട്ടന്റ് ആണ്. എടാ, വേർബ് അല്ലേ നട്ടല്? ഈ നിങ്ങൾ പറ. വേർബ് അല്ലേ നട്ടല് നമ്മുടെ എസ്സേലെ? അതെ. ഇതാ. ഇപ്പൊ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എന്താ? പ്രോസസ് കോസ്റ്റിംഗ് വിൽ ബി മോർ സ്യൂട്ടബിൾ ഫോർ റോസ്വുഡ് ഇഫ് ദേ സ്റ്റാർട്ട് മാസ് പ്രൊഡക്ഷൻ ഓഫ് സ്കൂൾ യൂണിഫോം. ഞാൻ സെനേരിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്, അല്ലേ? അല്ലാണ്ട് പ്രോസസ് കോസ്റ്റിംഗ് ഇസ് ഗുഡ് എന്നല്ലാണ് എഴുതുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് വിൽ ബി മോർ സ്യൂട്ടബിൾ. അവർ ചോദിച്ചാ ഏതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ അവര് മോസ്റ്റ് സ്യൂട്ടബിൾ. അപ്പൊ അതേ മറുപടി കൊടുത്തു. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ജോബ് ഓർഡർ കോസ്റ്റിംഗ് ഇസ് മോർ സ്യൂട്ടബിൾ ഫോർ റോസ്വുഡ്, കമ്പനിയുടെ പേര്, ഇഫ് ദേ സ്റ്റാർട്ട് മാസ് പ്രൊഡക്ഷൻ ഓഫ് സ്കൂൾ യൂണിഫോം. പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് എഴുതി. നമ്മളെ സെനിയറത്തെ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് എഴുതി ഉത്തരത്തിൽ. എക്സാമിനർ വിൽ ബി ഇംപ്രസ്ഡ്. ഇനി എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് തന്നെ, this method works best. Process costing work best when the product is homogeneous, all the same, and the production is continuous and standardized. It averages cost over all units, making it ideal for large-scale uniform production. മനസ്സിലായോ എങ്ങനെ എഴുതേണ്ടിയെന്ന്? ഈ നമ്പറാണോ ഞാൻ ഷെയർ ചെയ്തത്? എനിക്കറിയില്ലേ. ഇത് എനിക്കറിയാത്ത നമ്പറാണ്. ഞാൻ വേറൊരു നമ്പർ തരാം. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ
ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്തു. അവിടെ നിങ്ങൾ ഇന്ന് ഡിസ്ട്രാക്ട് ചെയ്യല്ലേ, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ലാസ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത്, ഫോർ ജോബ് 431 കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ബൈ യൂസിങ് ഫുൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഷോ യുവർ കാൽക്കുലേഷൻ. എടാ ഈ ക്വസ്റ്റ്യൻ ഞാൻ എവിടുന്നാണ് ഇത് റെഫർ ചെയ്തത്? ഉത്തരം ഞാൻ എന്റേതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ക്വസ്റ്റ്യൻ ഞാൻ റെഫർ ചെയ്തത് IMAന്റെ റിട്ടയർഡ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് IMA സെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നാണ്. അതായത് ഇതിന് മുന്നേ ചോദിച്ച എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. അപ്പൊ അവർ തന്നെ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആ സൊല്യൂഷൻ കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റിയതാണ് ഞാൻ എന്റെ ഭാഷയിൽ. ആ സൊല്യൂഷനിൽ കാൽക്കുലേറ്റ് എന്ന് പറയുന്നിടത്ത് എന്തില്ല? ഫോർമുല ഇല്ല. എന്നാലും സിമ്പിൾ ഫോർമുല ആണെങ്കിൽ ഐ പ്രിഫർ റൈറ്റ് ഫോർമുല. അധികം ടൈം എടുക്കൂലെങ്കിൽ സിമ്പിൾ ഫോർമുലാസ് ഒക്കെ ആണെങ്കിൽ ഡു ഇറ്റ്. ഇനി അടുത്തത് കാൽക്കുലേറ്റ്, അതെ, സപ്പോർട്ട് പാക്കേജ്. ഐ ഗോട്ട് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൺ ലാസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയവരുണ്ട്. എടോ, 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 തെറ്റിക്കല്ലേ എന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ മക്കളെ, നമുക്ക് ചർച്ച പിന്നെ ചെയ്യാം. നോക്കാം, അതാണ് ഞാൻ പറഞ്ഞത്. അത് 100% റിലയബിൾ നമ്മൾക്ക് കരുതണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് സേഫ്റ്റിക്ക് എഴുതി വെക്കാം, ഫോർമുലാസ് സേഫ്റ്റിക്ക് എഴുതി വെക്കാം. അടുത്തത്, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുൾ അബ്സോർപ്ഷൻ കോസ്റ്റ്. അതല്ലടാ, കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് യൂസിങ് ഫുൾ അബ്സോർപ്ഷൻ കോസ്റ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഇതാ. ഇതിന് പ്രത്യേകിച്ച് ഫോർമുല ഒന്നുമില്ല. എടാ ഇപ്പൊ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക? എടാ നോട്ട് പാഡ് പോലത്തെ ഒരു ഭാഗമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് ഇസിക്വൽ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് 33,000 ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് അടുത്തതിലേക്ക് പോകേണ്ടി വരും. അല്ലാണ്ട് എക്സൽ ഫയലൊന്നും ഉണ്ടാവില്ല. അതെല്ലാം കൂടി സം ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഇസിക്വൽ അടിക്കാനൊന്നും. നിങ്ങൾ എങ്ങനെയാണോ നോട്ട് പാഡ് അല്ലെങ്കിൽ വേർഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ആ ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഇനി നമുക്ക് ഇത് വായിക്കാൻ സമയമായി. ജോബ് 431 കോസ്റ്റ് ആണല്ലോ ചോദിച്ചത്. ബിഗിനിങ് വർക്ക് ഇൻ പ്രോഗ്രസ് 33,000 ഉണ്ട്. അപ്പൊ ഞാൻ എഴുതി വെച്ചു കോസ്റ്റ് ആഡഡ് ടു ദ ജോബ്. ഈ ജോബിലേക്ക് ആഡ് ചെയ്തപ്പെട്ട കോസ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ ജൂലൈ 1 33,000. അതായത് നമ്മൾ ഈ വർഷം തുടങ്ങുന്ന മുന്നേ തന്നെ ഇതിലോട്ട് ഓൾറെഡി 33,000 കോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യണം. ടോപ്പിക്സ് ഒന്നും ഞാൻ പറയുന്നില്ലേ, ഹൗ ടു ആൻസർ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡ്യൂറിങ് ജൂലൈ, ഈ വരാൻ പോകുന്ന മാസം എന്ത് ചെയ്തിട്ടുണ്ട്? സം ഇല്ലെങ്കിൽ ചെയ്തോ, വിവോ WIP ചെയ്തോ, ദാറ്റ് ഇസ് ഓക്കെ. നിങ്ങൾ എക്സാമിനർക്ക് വായിക്കുമ്പോൾ സമയത്ത് മനസ്സിലാവണം നിങ്ങൾക്ക് ഇത് അറിയാന്ന്. അത്രയേ ഉള്ളൂ. WIP കൊടുത്തെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ലെറ്റ്സ് ഡു. പക്ഷെ എല്ലാം ഷോർട്ട് ആക്കല്ലേ. എടാ ഫ്ലോ പോയി മിണ്ടല്ലേ, നമുക്ക് ലാസ്റ്റ് ഡീൽ ചെയ്യാതൊക്കെ. ഡ്യൂറിംഗ് ജൂലൈ 3,000 മെറ്റീരിയൽ കോസ്റ്റ് വേറെ ആഡഡ്. അതേപോലെ തന്നെ 3,500 ലേബർ ഹവേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. 1,000 ഓഫ് ദോസ് ഹവേഴ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ ജൂലൈ. ഇവിടെ 3,000 നമ്മൾ ആഡ് ചെയ്യണം. ഡെഫിനറ്റ്ലി 3,000 ആഡ് ചെയ്യണം. കാരണം മെറ്റീരിയൽ കോസ്റ്റ് 3,000 ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് 33,000, പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് 3,000. ലേബർ ഹവർ 3,500 മണിക്കൂർ ടോട്ടൽ എടുത്തിട്ടുണ്ട്. അതിൽ ജൂലൈയിൽ എടുത്തത് 1,000 ആണെന്നാ. എടാ 3,500 മണിക്കൂറാണ് തന്നെ ഇവിടെ തരുന്നുണ്ട്. ലേബർ റേറ്റ് 7 ആണെന്ന്. നിങ്ങൾ പറ, ചുമ്മാ ചോദിക്കാം. 3,500 ഇൻറ്റു 7 ആണ്, 1,000 ഇൻറ്റു 7 ആണോ? പറ, ഗസ് പറ. 3,500 ഇൻറ്റു 7 ആണ്, 1,000 ഇൻറ്റു 7 ആണ്? 1,000 ഇൻറ്റു 7 ആണ്. കൺഫ്യൂഷൻ ആക്കാൻ 3,500 തന്നിരിക്കുന്നത്. വൈ? 3,500 മൊത്തം ഈ ജോബിന്റെ ടോട്ടൽ ഹവേഴ്സ് ആണ്. പക്ഷെ നമ്മൾ ആ ഹവേഴ്സിലെ ചിലതൊക്കെ മുന്നേ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ 33,000 ഉണ്ടാവും. നമുക്ക് ജൂലൈയിലെ കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ജൂലൈയിൽ 1,000 മണിക്കൂർ എടുത്ത്, അപ്പൊ 1,000 ഇൻറ്റു 7 ചെയ്യാം. 1,000 കണ്ടോ, കാൽക്കുലേഷൻ ഇങ്ങനെയാണ് കൊടുക്കണ്ടേ. 1,000 ഹവേഴ്സ് ഇൻറ്റു $7 ബ്രാക്കറ്റ് ക്ലോസ് ഈസ് ഈക്വൽ ടു 7,000. കണ്ട എക്സാമിനർക്ക് മനസ്സിലാവും. അടുത്ത ഓവർ ഹെഡ്. റോസ്വുഡ് കംപ്ലീറ്റ് ചെയ്ത ജോബ് ഫിനിഷ് ഗുഡ്സ് ആയിട്ടുണ്ട്. പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് തന്നിട്ടുണ്ട് 3. ഓവർ ഹെഡിനും PDR തന്നിട്ടുണ്ട്. അപ്പൊ 3 ഇൻറ്റു അവർ പറയുന്നു, ഇത് കണ്ടാൽ തന്നെ അറിയാം ലേബർ ഹവറിന്റെ ബേസിസിലാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ 1,000 ലേബർ ഹവേഴ്സിൽ ഇതാ ഓവർ ഹെഡ് 1,000 ഹവർ ഇൻറ്റു 3,000. ഡൺ. ഇതിലും കൂടി ആഡ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 46,000. യൂണിറ്റ്സ് മെയ്ഡ് 2,000 യൂണിറ്റ്സ് മെയ്ഡ് ആണെന്ന് മോള് പറയുന്നുണ്ട്. 2,000 യൂണിഫോംസ് എന്ന് പറയുന്നുണ്ട് ഏറ്റവും മോള്. 2,000 സ്കൂൾ യൂണിഫോംസ്.
അപ്പൊ യൂണിറ്റ്സ് മെയ്ഡ് ഇസ് ഈക്വൽ ടു 2000, കോസ്റ്റ് പെർ യൂണിറ്റ് 46,000 ഡിവൈഡ് ബൈ 2000 ഇസ് ഈക്വൽ ടു 23. ഡൺ. നമ്മൾ ചെയ്തു കാൽക്കുലേഷൻ. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഒരു ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത റിക്വയർമെന്റിലോട്ട് പോകുന്നു. എക്സ്പ്ലെയിൻ ദ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫുൾ അബ്സോർപ്ഷൻ ആൻഡ് ഡയറക്ട് കോസ്റ്റിംഗ്. ചുമ്മാ വായിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. In absorption costing, product cost includes all manufacturing cost, both fixed and variable. Absorption costing അല്ലേ? പക്ഷേ in variable costing, product cost includes only variable manufacturing cost. Fixed manufacturing overhead is a period cost in variable costing. Absorption costing uses traditional income statement with gross profit. Variable costing uses contribution margin format. Absorption costing is used for financial reporting purpose, but variable costing is used for internal decision making. Done. Next question. After completing 8,000 uniforms, what is the estimated direct labor cost per uniform? അപ്പൊ 8,000 യൂണിഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എത്ര യൂണിഫോം ഉണ്ടാക്കി? 2,000. അത് ഡബിൾ ചെയ്താലോ 4,000 ആവും. അത് ഡബിൾ ചെയ്താലോ 8,000 ആവും. ലേണിംഗ് കർവ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ലേ? ബാച്ചസ് വൈസും ഡബിളിംഗ് നടക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ MCQ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മൊത്തം 2,000 യൂണിറ്റ്സ് ആണ് നമ്മൾ യൂണിഫോംസ് ഉണ്ടാക്കുന്നത്. അതിന് മൊത്തം എടുക്കുന്ന സമയം 3,500 പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ക്യുമുലേറ്റീവ് ആവറേജ് ടൈം കാണുന്നു. ഫസ്റ്റ് 2,000 യൂണിറ്റ്സിന്റെ ക്യുമുലേറ്റീവ് ആവറേജ് ടൈം 3,500 ഡിവൈഡ് ബൈ 2,000. ഒരു യൂണിറ്റിന് 1.75 ക്യുമുലേറ്റീവ് ആവറേജ് ടൈം. ഇനി ഫസ്റ്റ് ടൈം ഡബിൾ ചെയ്യുമ്പോൾ 4,000ലേക്ക് ഡബിൾ ചെയ്യുമ്പോൾ ഈ ക്യുമുലേറ്റീവ് ആവറേജ് ടൈം എന്താവും? ലേണിംഗ് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 80% സമയം എടുക്കുള്ളൂ അല്ലെ? അതല്ലേ ലേണിംഗ് കർവിന്റെ. ഇപ്പൊ 80% മീനിങ് എന്താ? തൊട്ട് മുന്നത്തെ ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്ന ഇടത്തു നിന്നും 80% സമയം ക്യുമുലേറ്റീവ് ആവറേജ് ടൈം ഇനി എടുക്കത്തുള്ളൂ അടുത്ത ലേണിംഗ് ഹാപ്പൻ ചെയ്യുമ്പോൾ. അപ്പൊ ഇതിന്റെ ഈ 1.75ന്റെ 80% സമയം ഇനി എടുക്കത്തുള്ളൂ. വീണ്ടും ഡബിളിംഗ് ഹാപ്പൻ ചെയ്തു. അപ്പൊ 8,000 യൂണിറ്റ്സ് ഉണ്ടാക്കി. ക്യുമുലേറ്റീവ് അഗെയിൻ ഈ കാണുന്ന 1.4ന്റെ 80% 1.12. ഇടത്തൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലേ. ഹൗ ടു റൈറ്റ് എസ് എ ക്വസ്റ്റ്യൻ എന്ന വെബിനാർ, അല്ലാണ്ട് ബഡ്ജറ്റിങ്ങോ കോസ്റ്റിങ്ങോ പഠിപ്പിക്കലല്ല. ജസ്റ്റ് ഞാൻ പറയുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഫോർമാറ്റ് പറയുന്നതാണ്. അപ്പൊ 1.12, എന്നാലും ഞാൻ കഴിയുന്നിടത്തോളം ക്വിക്ക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ ടോപ്പിക്. 1.12 ആണ് 8,000 എണ്ണം ഉണ്ടാക്കിയാൽ ആവറേജ് എടുക്കാം. അപ്പോ ടോട്ടൽ അവേഴ്സ് ഫോർ ദ ലാസ്റ്റ് 4,000 യൂണിറ്റ്സ്. ഇവിടെ ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ അറിയോ? ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 8,000 വാട്ട് ഇസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ യൂണിഫോം? 8,000 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ സെനിയറിൽ വേറെ സാധനം ഉണ്ട്, നമ്മളത് വായിച്ചില്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ജോബ് 431, മാനേജ്മെന്റ് അനലൈസ്ഡ് ഡയറക്ട് ലേബർ ഹവേഴ്സ്. Rosewood company normally experience 80% learning curve, and management expects that learning curve will level off after producing 8,000 uniforms. What do you mean by level off? Level off എന്ന് നോക്കണേ, സ്റ്റഡി സ്റ്റേറ്റ് ആവും. ലേണിംഗിന് ഒരു എൻഡ് ഉണ്ടാവാം. ലേണിംഗിന് ഒരു എൻഡ് ഉണ്ടാവാം. എപ്പോഴും നമ്മൾ ലേൺ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. സമയത്തിയാൽ പിന്നെ ലേണിംഗ് എൻഡ് ആവാം. ഇവിടെ പറയുന്നത് 8,000 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലേണിംഗ് ലെവലാവും. അപ്പൊ 8,000ത്തിന് ശേഷം ഉണ്ടാക്കുന്ന എല്ലാ യൂണിറ്റ്സിന്റെ സമയവും പിന്നെ ആ 8,000 യൂണിറ്റ്സിലെ ലേണിംഗിന്റെ സമയം തന്നെയാണ്. 8,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയല്ലോ നിങ്ങള്. അപ്പൊ അവസാനം ഉണ്ടാക്കുന്ന യൂണിറ്റ്സുകളില്ലേ, അതിന്റെ അതേ സമയം തന്നെ ആയിരിക്കും 8,000ത്തിന് ശേഷമുള്ള യൂണിറ്റ്സിന് എടുക്കാം. ആദ്യത്തെ 2,000ത്തിന് വേറെ സമയമാണ്, പിന്നീട് വരുന്ന 2,000 to 4,000 വേറെ സമയമാണ്, 4,000 to 8,000 വേറെ സമയമാണ്. ഈ 4,000 to 8,000 എന്ന് പറയുന്നതിന് സമയം ഉണ്ടല്ലോ, ആ സമയം തന്നെ ആയിരിക്കും ലെവൽ ഓഫ് ആയാൽ പിന്നീട് അങ്ങോട്ട് എത്ര യൂണിഫോം ഉണ്ടാക്കിയാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ആ 4,000 മുതൽ 8,000 വരെയുള്ള ആ തേർഡ് ഡബിളിങ്ങിന്റെ സമയം തന്നെയാണ്. അപ്പൊ ലെവൽ ഓഫ് എന്നുള്ള സംഗതി ഇവിടെ ഉണ്ട്. ഇനി ഇത് കണ്ടേ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 8,000 യൂണിഫോംസ്, 8,000 യൂണിഫോംസിന് ശേഷം എടുക്കേണ്ട സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പലരും എന്ത് കമ്പ്യൂട്ട് ചെയ്തേക്കറിയോ, ഈ കാണുന്നതാണ് ഹവർ എന്ന് തെറ്റിദ്ധരിച്ചേക്കാം, 1.12 ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ $7 മൾട്ടിപ്ലൈ ചെയ്യും, ഉത്തരം കിട്ടും, പാർഷ്യൽ മാർക്ക് കിട്ടും. പക്ഷെ മോസ്റ്റ് പെർഫെക്റ്റ് ഉത്തരം അതല്ല. ഇവർ ചോദിക്കുന്നത് 8,000ത്തിന് ശേഷം
എത്രയാണ് ലേബർ കോസ്റ്റ് എന്ന. മാത്രമല്ല ക്വസ്റ്റ്യനിൽ സെനീരിയോയിൽ ലെവൽ ഓഫ് എന്ന് പറയുന്ന ടേം കൊടുത്തിട്ടുണ്ട്. എന്താണ് ചോദിക്കുന്നത്? CMA ജോബ് പൊസിഷൻ SAന്റെ വെബിനാറിൽ കയറിയിട്ട്. ഓക്കെ, ഇവിടെ ഫ്ലോ തെറ്റിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ 8000 യൂണിറ്റ്സിന് സമയം നമ്മൾ ഇവിടെ കണ്ടു. 8000 യൂണിറ്റ്സിന് സമയം, 8000 ഓരോന്ന് ആവറേജ് എടുക്കുക 1.12 ആണ്. അപ്പൊ 8000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ ടൈം ഫോർ 8000 യൂണിറ്റ്സ്. അതിൽ നിന്ന് ഞാൻ എന്ത് മൈനസ് ചെയ്തു അറിയോ? ആദ്യത്തെ 4000 സമയം മൈനസ് ചെയ്തു. 4000 ഉണ്ടാക്കുമ്പോൾ 1.4 ആണ് എടുക്കാൻ നമ്മൾ ബോണ്ട് കാണിച്ചല്ലോ. 1.4 ഇൻറ്റു 4000. അപ്പൊ മൊത്തം 8000 സമയം മൈനസ് ആദ്യത്തെ 4000 സമയം അതിന് മൈനസ് ചെയ്താൽ പിന്നീട് വരുന്ന 4000 മുതൽ 8000 വരെയുള്ള റിമൈനിങ് ലാസ്റ്റ് 4000 സമയം കിട്ടും. ദാറ്റ് ഇസ് 3360. കണ്ടോ? ഇതിന്റെ കമ്പ്യൂട്ടേഷൻ നമ്പർ ഞാൻ ഇവിടെ കാണിച്ചു, ഇതിന്റെ നമ്പർ ഞാൻ ഇവിടെ കാണിച്ചു. ഇസ് ഈക്വൽ ടു എന്ന് കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി പ്രോബ്ലംസ്. അപ്പൊ 3360 ആണ് എന്ത്? ലാസ്റ്റ് 4000 യൂണിറ്റ്സിന്റെ സമയം. അപ്പൊ പെർ യൂണിറ്റോ ഡിവൈഡ് ബൈ 4000, 0.84 ഹാർസ് ആണ് ഓരോന്നിനും എടുത്തിട്ടുള്ളത്. 4000 മുതൽ 8000 വരെയുള്ള യൂണിറ്റ്സിന്റെ ഓരോന്നിന്റെയും ടൈം ഇസ് 0.84. ഇനി അത് കോസ്റ്റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വേജ് റേറ്റ് മുകളിൽ തന്നിട്ടുണ്ടല്ലോ. യു വിൽ ഗെറ്റ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്. ദിസ് ഇസ് ഒരു എസ്. എടാ ഓക്കെയാണ്, ഒരു ഐഡിയ കിട്ടിയോ? ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞത് തന്നെയാണ്. കാരണം എന്റെ ഉദ്ദേശം നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്നതാണ് ഈ വെബിനാറിന്റെ ഉദ്ദേശം. അല്ലാണ്ട് പോർഷൻസ് പഠിപ്പിക്കലല്ല. ഐഡിയ കിട്ടിയോ? കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? ക്യാൻ വി മൂവ് ഓൺ ടു പാർട്ട് 2 സോൾവിങ്? പാർട്ട് 2 ഒരു ക്വസ്റ്റ്യനും കൂടി സോൾവ് ചെയ്താലോ? പാർട്ട് 1 ഇരുന്നവർ അത് കണ്ടോ? അപ്രോച്ച് വീണ്ടും കാണുമ്പോൾ നല്ലതാ. ഓക്കെ, വീണ്ടും ലേണിംഗ് കർവ് എത്രയും ഡിഫിക്കൽട്ട് ആകുമോ അറിയില്ലടാ. ചിലപ്പോൾ ആക്കിയാലോ? എന്തെങ്കിലും എഴുതി വെക്കാന്നുള്ള പാർഷ്യൽ മാർക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ ലേണിംഗ് കർവിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാ, അധികം ഉള്ളവർക്ക് കിട്ടില്ല. ലെവൽ ഓഫ് എന്ന് പറയുന്ന സാധനം അറ്റ്ലീസ്റ്റ് ഇതുപോലെയും ചെയ്യണം. ഫൈനൽ ആൻസർ ചെയ്ത് കൊടുത്താൽ മാർക്ക് കിട്ടൂല. എടാ അബ്സോർപ്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഡൗട്ട് ഒന്നും ചോദിക്കലടാ. പിന്നെ നോക്കാം, നമുക്ക് എസ്സേന്റെ അപ്രോച്ച് നോക്കണ്ടേ? വർക്കിംഗ് ഞാൻ ഈ ജോബ് കോസ്റ്റിംഗ് വഴി ആട്ടോ ചെയ്തത്. അപ്പോ ബിഗിനിങ് വർക്കിംഗ് പ്രോഗ്രസും വേണം, ഈ പറഞ്ഞ എല്ലാ ജൂലൈയിൽ ആഡ് ചെയ്ത എല്ലാ കോസ്റ്റും വേണം. അത്രേ ഉള്ളൂ. ബിഗിനിങ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്തു, ഈ പറയുന്ന മെറ്റീരിയൽ ആഡ് ചെയ്തു, ലേബർ ആഡ് ചെയ്തു, ഓവർഹെഡ് ആഡ് ചെയ്തു, എല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ യൂണിറ്റ് ചെയ്തു. മോക്ക് ടെസ്റ്റ് ഇതാണ് കിട്ടിയത്. ഓക്കെ, ഒന്നും പറയാൻ കഴിയില്ല, അതൊക്കെ എന്തോ ആവും. ഓക്കെ, പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ എസ്സിലോട്ട് പോകുന്നു. ലിസൺ വെരി കെയർഫുൾ. അതിനുശേഷം നിങ്ങൾ എന്തൊക്കെ പറയുന്നു അതിനൊക്കെ ഞാൻ ഉത്തരം തരാം എനിക്ക് അറിയാവുന്ന രീതിയിൽ. ആദ്യം റിക്വയർമെന്റ് വായിക്കുന്നു. ദാറ്റ് ഇസ് ദ അപ്രോച്ച്. പാർട്ട് 2 ക്വസ്റ്റ്യൻ ആണ്, സെക്ഷൻ സി ആണ്. ആദ്യം റിക്വയർമെന്റ് ക്വിക്ലി വായിക്കുന്നു. കാൽക്കുലേറ്റ് ദ എസ്റ്റിമേറ്റഡ് ബ്രേക്ക് ഇവൺ പോയിന്റ്. ബ്രേക്ക് ഇവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. Annual unit sales of the new product if the company uses capital intensive manufacturing method and labor intensive manufacturing method respectively. Show your calculation. അപ്പൊ രണ്ട് സെനേരിയോയിലെ ബ്രേക്ക് ഇവൺ പോയിന്റ് സെപ്പറേറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ക്യാപിറ്റൽ ഇന്റൻസീവ് മാനുഫാക്ചറിംഗ് മെത്തേഡ് രണ്ട് കുത്ത് എൻട്രി, അതിന് കമ്പ്യൂട്ടേഷൻ കാണിക്കുക. അടുത്ത ലേബർ ഇന്റൻസീവ് മാനുഫാക്ചറിംഗ് മെത്തേഡ് രണ്ട് കുത്ത് എൻട്രി. ഈ പറഞ്ഞ മാതിരി രണ്ട് കുത്ത് പറയുമ്പോൾ ഇങ്ങനത്തെ സെമി കോളം പോലത്തെ സാധനല്ലേ എൻട്രി, എന്നിട്ട് അതിന്റെ കാണിക്കാം. അപ്പൊ രണ്ട് കാൽക്കുലേഷൻ ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാൽക്കുലേഷൻ മാത്രം മതിയെ, ബ്രേക്ക് ഇവൺ പോയിന്റ് എന്താണെന്ന് നിങ്ങൾ വെച്ച് കാച്ചണ്ട. അടുത്ത കാൽക്കുലേറ്റ് അഗെയിൻ കാൽക്കുലേഷൻ unit sales volume at which company would be indifferent between the two manufacturing methods. പ്യോർലി മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ, മാർജിനൽ അനാലിസിസിലൊക്കെ വരുന്ന ടോപ്പിക് നമ്പർ 2 ഇല്ലേ, അതിൽ MCQ വന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ഇൻഡിഫറന്റ് ആവുന്ന യൂണിറ്റ്സ് കണ്ടെത്താന്നുള്ളതാണ്. അപ്പൊ യൂണിറ്റ്സിനെ അൺനോൺ ഒക്കെ ആക്കിയിട്ടുള്ള കാൽക്കുലേഷൻ കാണിച്ചു കൊടുക്കേണ്ടി വരും. എക്സ്പ്ലെയിൻ ഹൗ ദ ലെവൽ ഓഫ് സെയിൽസ് ക്യാൻ എഫക്ട് ദ കമ്പനീസ് ചോയ്സ് ഓഫ് മാനുഫാക്ചറിംഗ് മെത്തേഡ്. എക്സ്പ്ലനേഷൻ ആണ്, സെനേരിയുമായി കണക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പം പ്രീവിയസ് കാൽക്കുലേഷനുമായിട്ടും കണക്ട് ചെയ്ത് ചോദിച്ചേക്കാം. രണ്ടെണ്ണം കാൽക്കുലേഷൻ ചോദിച്ചിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പം മുന്നത്തെ നമ്മൾ ചെയ്ത തന്നെ കാൽക്കുലേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഉത്തരം പറയേണ്ടി വന്നേക്കാം. അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി ബ്രേക്ക് വൺ പോയിന്റും ഇൻഡിഫറൻസ് പോയിന്റും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത
ഐഡന്റിഫൈ ദ 4 stages ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. നിങ്ങൾ ഓരോ സ്റ്റേജിന്റെയും സ്പെസിഫിക്കേഷനും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും എഴുതണ്ട. ഐഡന്റിഫൈ മീൻസ് ജസ്റ്റ് ഐഡന്റിഫൈ, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ 4 stages എന്നാ പറഞ്ഞത്. IFRS US ക്യാപ്പും പോലെ റൂൾ ഒന്നല്ല. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് വെച്ചുള്ള ഒരു അപ്രോച്ച് ആണ്, ഒരു സബ്ജക്റ്റ് ആണ്. ചില ബുക്സിൽ 5 സ്റ്റേജ് ഉണ്ടാവാം, ചില ബുക്സിൽ 4 സ്റ്റേജ് ഉണ്ടാവാം, ചിലതിൽ 7 സ്റ്റേജസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ 4 സ്റ്റേജസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 4 സ്റ്റേജ് നിങ്ങളെ കൊണ്ട് ഉള്ള രീതിയിൽ എഴുതാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ യൂഷ്വലി CMAയിൽ 5 സ്റ്റേജ് പഠിച്ചിട്ടുണ്ട് എങ്കിലും ചോദിച്ചത് 4 സ്റ്റേജ്. ഐഡന്റിഫൈ ചെയ്താൽ മതി. അടുത്ത, ഐഡന്റിഫൈങ് പ്രൈസിംഗ് സ്ട്രാറ്റജി ദാറ്റ് ദ കമ്പനി മൈറ്റ് യൂസ് വെൻ ദ ന്യൂ പ്രൊഡക്റ്റ് ഇസ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ്. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യനിൽ മിക്സ് ആക്കി ചോദിച്ചു. സെക്കൻഡ് സ്റ്റേജിലാവുമ്പോൾ നമ്മുടെ ഈ കമ്പനി ഏത് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത്. ഐഡന്റിഫൈ, ആ പ്രൈസിംഗ് സ്ട്രാറ്റജി ഒരു അഭിപ്രായം പറയും വേണം. അതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്നുള്ള എക്സ്പ്ലനേഷനും സെനേരിയോവുമായി കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റണം. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വേർബുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ബിസിനസ് റിസ്ക്. ഇത് സെക്ഷൻ എ എന്ന് ചോദിച്ചത്, ബാക്കിയുള്ളൊക്കെ സെക്ഷൻ സി എന്നും. ടപ്പയെന്ന് വെച്ച് ഇത് സെക്ഷൻ എയിൽ നിന്നുമാണ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കാം. അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫോർമുല എന്താണ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവുന്നത് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. റവന്യൂ എത്ര മാറുമ്പോൾ എത്ര പ്രോഫിറ്റ് മാറുന്നു എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ സംഗതിയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുന്നത്. പക്ഷെ അതെങ്ങനെ എഴുതും? പഠിച്ചു വെക്കേണ്ടി വരും, പഠിച്ചു വെക്കേണ്ടി വരും. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ റിക്വയർമെന്റ് വായിച്ചു, നേരെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Buckeye Grain, a corn and wheat processing company, has decided to introduce a new product that can be manufactured by either capital intensive method or labor intensive. Or means ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. The method chosen will have no effect on the quality of the finished product. രണ്ടിൽ ചെയ്താലും ക്വാളിറ്റി ഒക്കെ സെയിം ആണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ ദ ടു മെത്തേഡ്സ് ആർ ആസ് ഫോളോസ്. അപ്പൊ ഇതിന്റെ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റും കാണും, ഇതിന്റെ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റും കാണും. നമ്മൾ ആദ്യത്തെ പണി, Buckeye Grain sells the new product at 60, selling price 60 ആണ്. During its initial stage of the product life cycle, the incremental selling expenses are estimated to be 1 million annually plus 4 for each unit sold. അപ്പൊ ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ തരാണ്ട് എവിടെയാ തന്നിരിക്കുന്നത്? സെന്റൻസിൽ തന്നിരിക്കുന്നത്. അതൊരു നാക്ക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന്, ഇതിന്റെ കൂടെ എന്തോ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 1 million കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അടുത്തത്, regardless of the which fixed costs are all directly traceable incremental cost. When they deciding which manufacturing method to use, the company management take into account the operating leverage. Okay. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാം. ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെ എഴുതും സാറേ? ഞാൻ ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടോ? ഞാൻ എന്ത് ചെയ്തു പറയോ? രണ്ടിന്റെയും ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. സെല്ലിംഗ് പ്രൈസ് 60, വേരിയബിൾ കോസ്റ്റ് 32. എന്നിട്ട് ആ 32 എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ബ്രാക്കറ്റ്സിൽ കൊടുത്തു കാൽക്കുലേഷൻ. അതായത് 10 + 12 + 6, പിന്നെ ഇവിടെ സെന്റൻസിൽ കൊടുത്ത സാധനം ഉണ്ടല്ലോ 4ഉം, അതും വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസ് അല്ലേ, വേരിയബിൾ കോസ്റ്റ് അല്ലേ, ആ 4ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് 32 കിട്ടിയെന്ന് പറഞ്ഞു. കോൺട്രിബ്യൂഷൻ മാർജിൻ 28. സമയം ഉണ്ടെങ്കിൽ 60 - 32 എന്ന് വേണമെങ്കിൽ ഇവിടെ ഇതാ. അപ്പൊ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി. ഈ ബ്രേക്ക് ഇവൺ യൂണിറ്റ്സ് ഫിക്സഡ് കോസ്റ്റ് ആണല്ലോ ഇത്. ഈ കാണുന്ന ഫിക്സഡ് കോസ്റ്റ് മാത്രമാണോ ഉള്ളത്? 488 അല്ല, ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, അതും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ രണ്ടും ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ 28 to 10,000 യൂണിറ്റ്സ്. സിമിലർലി ലേബർ ഇന്റൻസീവിലും അതേപോലെ ഞാൻ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡൺ. ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് ചെയ്യേണ്ടി വരും. ഫൈനൽ ആൻസർ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, സ്റ്റെപ്പ് നീഡഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻഡിഫറൻസ് പോയിന്റ് ചോദിച്ചത്. എന്താ ഇൻഡിഫറൻസ് പോയിന്റ്? നമ്മൾ മാർജിൻ അനാലിസിസിൽ പഠിച്ചാലേ, ബിറ്റ്വീൻ ടു മാനുഫാക്ചറിംഗ് മെത്തേഡ്, ക്യാപിറ്റൽ ഇന്റൻസീവില് ചെയ്താലും ലേബർ ഇന്റൻസീവില് ചെയ്താലും, രണ്ടിൽ ചെയ്താലും ലാഭം സെയിം ആവുന്ന യൂണിറ്റ്സിന്റെ എണ്ണം, ലാഭം സെയിം ആവുന്ന സെയിം യൂണിറ്റ്സ് ചെയ്താൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത്ര യൂണിറ്റ് ക്യാപിറ്റൽ ഇന്റൻസീവിൽ വിറ്റാലും അതേ യൂണിറ്റ്സ് ലേബർ ഇന്റൻസീവിൽ വിറ്റാലും ലാഭം സെയിം ആവുന്ന പോയിന്റ്, ദാറ്റ് ഇസ് ഇൻഡിഫറൻസ് പോയിന്റ്. അതെങ്ങനെ കാണും? എക്സിറ്റ് കാണേണ്ടി വരും. കോൺട്രിബ്യൂഷൻ മാർജിൻ തന്നെ ഇരുന്നാവുന്നല്ലേ.
അതിന്റെ ഒരു ലോജിക് എന്താ അറിയോ? ഷോർട്ട് ഫോംസിന്റെ ഒരു ലോജിക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒരു തവണ കോൺട്രിബ്യൂഷൻ മാർജിൻ എഴുതി, ഒരു തവണ കോൺട്രിബ്യൂഷൻ മാർജിൻ എഴുതി, ബ്രാക്കറ്റിൽ സി എം എന്ന് കൊടുത്ത്, പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സി എം എന്ന് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ക്രൈറ്റീരിയൻ വൈൽ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. അല്ലാണ്ട് മൊത്തം കോഡ് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനർക്ക് ഒരു പിടിയും കിട്ടില്ല. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഉത്തരയുടെ ഫ്ലോ നോക്കല്ലേ. ഇൻഡിഫറൻസ് പോയിന്റ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടിന്റെയും പ്രോഫിറ്റ് സെയിം ആവുന്നത്. അതിന്റെ കാൽക്കുലേഷൻ ഞാൻ കൊടുത്തു നോക്കിയേ. ലെറ്റ് എക്സ് ബി ദ യൂണിറ്റ്സ്. എക്സിനെ നമ്മൾ യൂണിറ്റ്സ് ആക്കി മാറ്റുന്നു. ഇൻഡിഫറൻസ് പോയിന്റ് യൂണിറ്റ്സ് ആണല്ലോ ചോദിച്ചത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാ സെല്ലിംഗ് പ്രൈസ് ക്യാപിറ്റൽ ഇന്റൻസീവിന്റെ മൈനസ് വേരിയബിൾ കോസ്റ്റ് അഥവാ സി എം ചെയ്താൽ മതി കേട്ടോ. സി എം ഇൻറ്റു എക്സ്, ടി സി എം കിട്ടില്ലേ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ. സി എം ഇൻറ്റു എക്സ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ടോട്ടൽ കോൺട്രിബ്യൂഷനിൽ നിന്നും എടാ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇവിടെ മൈനസ് ആണ് വരുന്നത്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ആണ് ചെയ്യണ്ടേ, മൈനസ് ആണ് ചെയ്യണ്ടേ. നിങ്ങൾ ഓർത്ത് വെക്കണം, അത് മാറിപ്പോയതാ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ ലാഭം കിട്ടുമല്ലോ, പ്രോഫിറ്റ് കിട്ടുമല്ലോ. അപ്പൊ ഒരാളുടെ പ്രോഫിറ്റ് ഇവിടെ. സിമിലർലി രണ്ടാമത്തെ ലേബർ ഇന്റൻസീവിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഇൻറ്റു എക്സ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ മൈനസ് ആണ്, മൈനസ് ടി എഫ് സി അതിന്റെ പ്രോഫിറ്റ്. അപ്പൊ രണ്ടാളെ പ്രോഫിറ്റും ഞാൻ ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് ഈ പറയുന്ന എക്സ് ഒക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് ആക്കി മാറ്റി. 7.2 x ഇസ് ഈക്വൽ ടു ഇതിനാണ് ഡിഫറൻസ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വീണ്ടും പറയുന്നില്ല. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു 31111 യൂണിറ്റ്സ് കിട്ടി. സോൾവ് ചെയ്യുന്നത് അറിയാം. ഇത് പ്ലസ് അല്ല മൈനസ് ആണ്. ഇങ്ങനെ ലെറ്റ് എക്സ് ബി ദ യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് സ്റ്റെപ്പ് വൈസ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ഇൻഡിഫറൻസ് പോയിന്റ് കാൽക്കുലേഷൻ ചോദിച്ചാൽ. എക്സ്പ്ലെയിൻ ഹൗ ദ ലെവൽ ഓഫ് സെയിൽസ് ക്യാൻ എഫക്ട് ദ കമ്പനീസ് ചോയ്സ് ഓഫ് മാനുഫാക്ചറിംഗ് മെത്തേഡ്സ്. എന്താണ് ഇതിൽ പറയാൻ പറ്റാൻ നോക്കാം. ഇഫ് സെയിൽസ് ആർ എബവ് 31111 യൂണിറ്റ്സ് ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് ഇസ് ബെറ്റർ. എന്തുകൊണ്ടറിയോ? നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ഇതിന്റെ കോൺട്രിബ്യൂഷൻ 28ഉം ഇതിന്റെ കോൺട്രിബ്യൂഷൻ 20ഉം ആണ്. അപ്പൊ 31111 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻസ് പോയിന്റ് അല്ലെ. ആ 31111 യൂണിറ്റ്സ് വിറ്റാൽ രണ്ടിന്റെയും ലാഭം സെയിം ആയിരിക്കുമല്ലോ. ഇനി 31111 എക്സ്ട്രാ 1 യൂണിറ്റ് വിറ്റാൽ കോൺട്രിബ്യൂഷൻ മാർജിൻ വലുതായ ഈ ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ലേ കോൺട്രിബ്യൂഷന് കൂട്ടാ. എക്സ്ട്രാ 1 യൂണിറ്റ് കൂടി വിറ്റാൽ 28 എക്സ്ട്രാ കിട്ടും. പക്ഷെ ഇവിടെ 20.8 കിട്ടുള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? ഹൗ ദ ലെവൽ ഓഫ് സെയിൽസ് ക്യാൻ എഫക്ട് ദ കമ്പനീസ് ചോയ്സ് ഓഫ് മാനുഫാക്ചറിംഗ് മെത്തേഡ് എന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്. എന്താ? 31111 യൂണിറ്റ്സിന്റെക്കാളും മുകളിലോട്ട് പോയാൽ ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് തന്നെയാണ് ബെറ്റർ ചോയ്സ്. ബിക്കോസ് ക്യാപിറ്റൽ ഇന്റൻസീവിനാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിനെ മുന്നോട്ട് കവർ ചെയ്തിട്ട് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ സഹായിക്കും. 31111 യൂണിറ്റ്സിന് താഴെ ആണെങ്കിൽ ലേബർ ഇന്റൻസീവ് ആയിരിക്കും നല്ലത്. കാരണം ലേബർ ഇന്റൻസീവിന് ഫിക്സഡ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്, കോൺട്രിബ്യൂഷൻ കുറവാണെങ്കിൽ കൂടി. അപ്പൊ ഈ രീതിയിൽ അഭിപ്രായമാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ അഭിപ്രായം എഴുതാൻ വേണ്ടി പറ്റണം. അടുത്തെന്താ? ഐഡന്റിഫൈ 4 സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ഇപ്പൊ എനിക്ക് തൃപ്തി ഇല്ലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 1 ലൈൻ ഡെഫിനിഷൻ ഇത് മാത്രം എഴുതുന്നത് എന്തോ പോലെ എന്നുള്ളതുകൊണ്ട് തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 1 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. ലൈഫ് സൈക്കിൾ കോസ്റ്റ്, life cycle is the time from when the product is introduced, grows in sales, reaches its peak, and eventually declines and discontinued. That is life cycle. The main stages are development and introduction stage. എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം 4 സ്റ്റേജേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ 5 സ്റ്റേജ് എഴുതി വെക്കരുത്, 4 സ്റ്റേജ് എഴുതിയാൽ മതി. ഡെവലപ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ് ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ്. 4 സ്റ്റേജസ് പറഞ്ഞു. ചില ആൾക്കാർ എന്ത് പറയും? ഡെവലപ്മെന്റ് സ്റ്റേജ് ആദ്യം കൊടുക്കും, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് രണ്ടാമത് കൊടുക്കും, മൂന്നാമത് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി കൊടുത്തിട്ട് ഡിക്ലൈൻ ആകും. ഈ രീതിയിലും ഇതൊന്നുണ്ടാവാം 4 സ്റ്റേജ് ചോദിച്ചാൽ. പക്ഷെ ട്രിക്ക് എന്താ? പ്രശ്നം എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് സീന്. ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദിച്ചത് പ്രൈസിങ് സ്ട്രാറ്റജി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സെക്കൻഡ് സ്റ്റേജിന്. അപ്പൊ ഞാൻ പറഞ്ഞു, ചില ആൾക്കാരെ സെക്കൻഡ് സ്റ്റേജ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആയിരിക്കും, ചില ആൾക്കാരെ സെക്കൻഡ് സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജ് ആയിരിക്കും. രണ്ടിന്റെയും ഒരു ഉത്തരം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ആദ്യം ചില ആൾക്കാർ ഗ്രോത്ത് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആക്കി കണ്ടുകൊണ്ട് എങ്ങനെ പറയാം? ഗ്രോത്ത് സ്റ്റേജിൽ ഏതായിരിക്കും നല്ലത്?
എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നെന്ന് അറിയാം, ഗ്രോത്ത് സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്ത് കണ്ടിട്ട് പല കോമ്പറ്റീറ്റേഴ്സും ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലോട്ട് വന്നിട്ടുണ്ടാവും. അവരൊക്കെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലായിരിക്കാം, ഡെവലപ്മെന്റ് സ്റ്റേജിലായിരിക്കാം. അപ്പൊ കോമ്പറ്റീഷൻ സ്റ്റിഫ് ആവുന്ന സമയമാണ്. അപ്പൊ കോമ്പറ്റേറ്റീവ് അഥവാ മാർക്കറ്റ് ബേസ്ഡ് പ്രൈസിംഗ് ആയിരിക്കും നല്ലത് എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പൊ അത് സജസ്റ്റ് ചെയ്യണം, ഞാൻ അത് ഐഡന്റിഫൈ ചെയ്യണം. ഇൻ ഗ്രോത്ത് സ്റ്റേജ് കമ്പനി യൂഷ്വലി യൂസസ് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജി, മീനിങ് ദേ സെറ്റ് പ്രൈസസ് ക്ലോസ് ടു ദെയർ കോമ്പറ്റീറ്റേഴ്സ്. ദിസ് ഹാപ്പൻസ് ബിക്കോസ്, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, എന്തുകൊണ്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് വെച്ചു എന്നുള്ളതാണ്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് സെയിൽസ് ആർ ഗ്രോയിങ് ബട്ട് മെനി കോമ്പറ്റീറ്റേഴ്സ് എൻറ്റർ ദ മാർക്കറ്റ് വിത്ത് സിമിലർ പ്രൊഡക്ട്സ്. നമ്മുടെ സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സിമിലർ പ്രൊഡക്ട്സുമായിട്ട് കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. ബൈ കീപ്പിംഗ് പ്രൈസ് കോമ്പറ്റേറ്റീവ്, ദ കമ്പനി ക്യാൻ അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ. This pricing strategy helps build customer loyalty. Also, as sales grow, the company can lower cost by producing more efficiently and making it easier to keep prices competitive and still earn profit. എന്റെ മനസ്സിൽ വന്ന ന്യായമാണ്. ഒന്നെന്താ, ഈ പറയുന്ന രീതിയിൽ കോമ്പറ്റീഷൻ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഗ്രോത്ത് സ്റ്റേജ് കണ്ടിട്ട് അസൂയാലുക്കളായിട്ടുള്ള മറ്റു ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കുറെ അധികം ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന കോമ്പറ്റീഷൻ കൂടുതൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ഗ്രോത്ത്, കസ്റ്റമർ അക്വിസിഷൻ അഥവാ ഈ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് പ്രൈസ് വെക്കേണ്ടി വരും. കോമ്പറ്റേറ്റീവ് പ്രൈസ് വെച്ചാലും ഗ്രോത്ത് സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ കുറെ യൂണിറ്റ്സ് വെക്കാം. അപ്പൊ നമുക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയേക്കാം. ഡൺ. ഇനി ചില ആൾക്കാർ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആക്കും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് വരുന്നത് എന്താണെന്ന് അറിയോ? പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസിയാണ്. പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് അതാവുന്നു, പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി. കാരണം ഇൻട്രൊഡ്യൂഷൻ ആകുമ്പോൾ ആർക്കും അറിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസിയാണ് നല്ലത്. ഇൻ ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, രണ്ടാമത്തെ ഉത്തരമാണ്, രണ്ടാമത്തെ വേർഷൻ ആണ്. ഇത് രണ്ടും കൊടുക്കണം എന്നല്ല, ഇത് ഒന്നും കൊടുത്താൽ മതി. ഗ്രോത്ത് സ്റ്റേജ് ആണ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജ് എങ്കിൽ ഇതാണ് ഉത്തരം. ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഞാൻ തരാണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് നിങ്ങൾ ഉത്തരമെങ്കിൽ ഇത് കൊടുത്താൽ മതി. In the introduction stage, the company usually uses penetration pricing policy. This means they set a low price when the product is first launched. മതി. എന്താണ് പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി? ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ. ഇനി എക്സ്പ്ലെയിൻ എന്തുകൊണ്ട് നിങ്ങൾ പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി ഈ സ്റ്റേജിൽ ഉപയോഗിച്ചു. ഇവിടെ പല പല ആളുകൾ പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി എന്താണെന്ന് കുത്തനെ എഴുതി വെക്കും, ഫുൾ മാർക്ക് കിട്ടില്ല. കാരണം എക്സ്പ്ലെയിൻ യുവർ ആൻസർ എന്നാ പറഞ്ഞത്. ഈ സ്റ്റേജിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചു എന്നുള്ള ഉത്തരമാണ് അവർ ആഗ്രഹിക്കുന്നത് മക്കളെ. അപ്പൊ ഈ സ്റ്റേജിൽ എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചു, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചു? The low price helps attract many customers quickly because it makes the product more affordable and appealing. By getting lots of customers early, the company can build a strong market presence and market share. Also, low price can discourage other companies from starting to sell similar products. നമ്മുടെ മാർക്കറ്റ് ലോ പ്രൈസ് ആണെങ്കിൽ വേറെ ആൾക്കാർക്ക് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, reducing competition. This strategy helps the company grow sales fast and gain good position in the market during the early stage. ന്യായം പറഞ്ഞോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് റിസ്ക്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരം പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്നോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ ഈ രീതിയിലേക്ക് കൊടുക്കാം. Operating leverage shows how much a company uses fixed cost in its operation. The more fixed cost a company has to produce, the higher its operating leverage. For example, Buck Eye Grains. എടാ ഞാൻ കണ്ടോ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ I tried to connect to the scenario. Buck Eye എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. Buck Eye Grains capital intensive method has higher operating leverage because it uses more fixed expenses. കാൽക്കുലേഷൻ കൊടുക്കില്ല, എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കാറ്. അവിടെ ഫിക്സ്ഡ് എക്സ്പെൻസസ് ക്യാപിറ്റൽ ഇന്റൻസീവ് വലുതാണെന്ന് ഞാൻ കണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഓപ്പറേറ്റിംഗ് ലിവറേജ് അതിന് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഹൈ ഇവിടെ സ്മോൾ ചേഞ്ച് ഇൻ സെയിൽസ് കോസസ് എ ബിഗ് ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം. ദിസ് മീൻസ് പ്രോഫിറ്റ് ഇൻക്രീസസ് ഫാസ്റ്റർ വെൻ സെയിൽസ് ഗോ അപ്പ് ബട്ട് ലോസസ് വെൻ ക്യാൻ ബി ബിഗർ ഇഫ് സെയിൽസ് ഗോ ഡൗൺ. അല്ലെ, ആ ഒരു ഡിഗ്രി ആണല്ലോ കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടാന്ന് പറഞ്ഞാല് സെയിൽസ് കൂടുമ്പോൾ നന്നായിട്ട് നമ്മുടെ പ്രോഫിറ്റ് കൂടും, പക്ഷെ സെയിൽസ് കുറയുമ്പോഴോ അത്ര കണ്ട് പ്രോഫിറ്റ് താഴോട്ട് ടപ്പയെന്ന് വെച്ചിട്ട് പോവുകയും ചെയ്യും. സോ ദ ഹയർ ദ ഓപ്പറേറ്റിംഗ് ലിവറേജ്. മാത്രല്ല, ദേ ആസ്ക് ദ ക്വസ്റ്റ്യൻ, ദേ ആസ്ക് ടു കണക്ട് ടു ദ ബിസിനസ് റിസ്ക്. അപ്പൊ അതിന് വേണ്ടി ഒരു സെന്റൻസ് ഞാൻ മാറ്റി വെച്ചു. സോ ഹയർ ദ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഗ്രേറ്റർ ദ ബിസിനസ് റിസ്ക് ബിക്കോസ് പ്രോഫിറ്റ്സ് ക്യാൻ വേരി മോർ വിത്ത് ചേഞ്ചസ് ഇൻ സെയിൽസ്. വോളറ്റാലിറ്റി കൂടുതലാണ്, വോളറ്റാലിറ്റി കൂടും ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുതൽ. വോളറ്റാലിറ്റി കൂടുമ്പോൾ ബിസിനസ് റിസ്ക് ഒബ്വിയസ്ലി കൂടുന്നു എന്നുള്ള കണക്ഷൻ സെന്റൻസ് ഞാൻ അവിടെ കൊടുത്തു വെച്ചു എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് മക്കളെ. എനിക്കറിയാം ഞാൻ ഐ ടുക്ക് 40 minutes എന്തിന്
ടു എക്സ്പ്ലെയിൻ ഹൗ ടു റൈറ്റ് എസ്സേസ്. അതാണ് എന്റെ വെബിനാറിന്റെ മെയിൻ അജണ്ട. അത് ഞാൻ 40 മിനിറ്റ്സിൽ എടുത്തിട്ട് പറഞ്ഞു. പക്ഷെ 2 essay questions സോൾവ് ചെയ്യുന്നത് ഐ വാസ് വെരി ക്വിക്ക്. കാരണം നിങ്ങൾക്ക് ആ ടോപ്പിക് ഓർമ്മ ഉണ്ടാവില്ല. ആ ടോപ്പിക് ഞാൻ ഫ്രം സ്ക്രാച്ച് പറയാനൊന്നും അല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് essay questions അറ്റൻഡ് ചെയ്യേണ്ടേ എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് തരാനാണ്. ആ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇസ് ദിസ് വെബിനാർ, നമുക്ക് വൈൻഡപ്പിലോട്ട് പോവാം. അതിന് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ഇപ്പൊ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ ഉത്തരം പറയാം. അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, ഇസ് ദിസ് വെബിനാർ ഏകദേശം 1.5 മണിക്കൂർ എടുത്തില്ല നമ്മള്, ഏകദേശം 1.5 മണിക്കൂർ. ഇസ് ദിസ് വെബിനാർ ഹെൽപ്ഫുൾ ആയോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയോ? ബാക്കി നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ എനിക്ക് ഞാൻ പറയാം, എല്ലാത്തിനും റെഡിമേഡ് ഉത്തരം കണ്ടു വെക്കണേന്ന് പറയാം. അത് പഠിക്കേണ്ട ചുമതല നിങ്ങൾക്ക്. ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തോ? എസ് എ പ്രത്യേകിച്ച് ആ വേർബ് എന്ന് പറയുന്ന സംഗതി, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സംഗതി, 2 or 3 or 4 സെന്റൻസ് എഴുതിയാൽ മതി എന്ന് പറയുന്ന സംഗതി, 2 വേർബ് വരാം എന്ന് പറയുന്ന സംഗതി, ഈ പറയുന്ന സംഗതികളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എങ്കിൽ പ്ലീസ് ടൈപ്പ് യെസ്. 3 ക്വിക്ക് ആയിട്ട് പറയാം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്. എസ്സേനെ ഇഗ്നോർ ചെയ്യരുത്, പേടിക്കും അരുത്. എസ്സേനും നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 essay ഉണ്ടാവും. ഓരോ എസ്സേന്നും 4 to 7 sub-questions. 1 hour പ്ലസ് MCQ ബാക്കി വന്ന സമയം ഉണ്ടാവും. കറക്റ്റ് ഹാഫ് ആക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഹാഫ് ആക്കിയിട്ട് 2 essayയിലും എല്ലാ റിക്വയർമെന്റ്സും എഴുതാൻ ശ്രമിക്കുക. പാർഷ്യൽ സ്കോറിംഗ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എവറി സബ്-questions കൊടുക്കുന്നതിൽ നിന്നും നമുക്ക് പാസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള സെന്റൻസ് മതി. ക്ലിയർ ബ്രീഫ് സെന്റൻസസ് ആണ് ഉദ്ദേശിക്കുന്നത്, എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ അല്ല. ഇനി അപ്രോച്ച് എന്താ? നമ്മളിപ്പോ ലൈവായിട്ട് ചെയ്ത് കാണിച്ച അപ്രോച്ച്, റിക്വയർമെന്റ്സ് ഫസ്റ്റ് നോക്കുക, നേരെ എസ്സേ സിനറിലേക്ക് പോവുക, വീണ്ടും റിക്വയർമെന്റ്സ് 1 by 1 ചെയ്തിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. സമയം വളരെ കുറവായിരിക്കും. ഒരു സബ്-questionന് വെറും 3 minute ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. എല്ലാ അവൈലബിൾ essay questions നിങ്ങളുടെ കിറ്റിൽ എല്ലാ അവൈലബിൾ essay questions ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ നോക്കി വായിക്കരുത്. ടൈപ്പ് ആൻഡ് പ്രാക്ടീസ്, വെരി ഇമ്പോർട്ടന്റ്. ടൈപ്പ് ആൻഡ് പ്രാക്ടീസ്. മറ്റേ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ ചെയ്തിട്ടുണ്ടാ. ഞാൻ എങ്ങനെ അറിയോ? ഞാൻ പറയില്ല, റെഡിമെയ്ഡ് ആയിട്ട് എല്ലാ ആൻസേഴ്സും എന്റെ കയ്യിലുണ്ട്. ഇതെങ്ങനെ അറിയാം പ്രിപ്പയർ ചെയ്ത്? ബൈ ടൈപ്പിംഗ്. വാട്ട് ഇസ് വാല്യൂ ചെയിൻ അനാലിസിസ് ഞാൻ പഠിക്കും. വാട്ട് ഇസ് ഔട്ട്സോഴ്സിംഗ് ഞാൻ പഠിക്കും. എന്താ സെൻസ് ചെയ്തത് അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടാ പഠിച്ചത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അറ്റൻഷൻ ടു വേർബ്, അതായത് എന്താണ് ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ഡിഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്, അത് 2 സെന്റൻസിൽ പറയാം. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഒരു 3 സെന്റൻസ് പറഞ്ഞോ. കമ്പയർ എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി ഡിഫറൻസസ് പറയണം. ഡിസ്കസ്, എക്സ്പ്ലെയിൻ, അനലൈസ്, അസസ്, യൂഷ്വലി എക്സ്പ്ലെയിൻ ഉണ്ടാവുക. 3-4 സെന്റൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സെനേരിയവുമായിട്ടുള്ള കണക്ഷൻ വന്നാലാണ് അടിപൊളി മാർക്ക് കിട്ടുക. ജസ്റ്റിഫൈ, ജസ്റ്റിഫൈ എന്ന് ചോദിച്ചാൽ അത് സെനേരിയോയിൽ നിന്നും ആ സംഗതിനെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺസ് കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. പ്ലസ് കണക്ഷൻ ടു ദ സെനേറിയോ നിർബന്ധമാണ്. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ മാത്രം കാണിച്ചാൽ മതി. ഫോർമുലാസ് ചെറുതാണെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചോ. ഷോർട്ട് ഫോംസ്, ഓവർ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു സമയം ഒരു സെന്റൻസ് എങ്കിലും നിങ്ങൾ എന്ത് പറഞ്ഞിരിക്കണം, അതിന്റെ ഫുൾ ഫോം പറഞ്ഞിട്ട് പിന്നീട് താഴെ അതിന് ഷോർട്ട് ഫോം പറഞ്ഞാൽ കുഴപ്പമില്ല. ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഐഡന്റിഫൈ, നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ. 2 വേർബ്സ് വരുന്നത് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വിക്ലി ഡിസ്കസ് ചെയ്തത്. ബാക്കി കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, സെറ്റ് ആക്കാം. NPV കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഫുൾ സ്റ്റെപ്പ് കാണിക്കണം. ഫുൾ സ്റ്റെപ്പ് കാണിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്യാഷ് ഫ്ലോ അടിക്കുക, ഇൻടു ഡിസ്കൗണ്ട് റേറ്റിന്റെ അതടിക്കുക. ക്യാഷ് ഫ്ലോ ഇൻടു ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ഈക്വൽ ടു ആ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ. അടുത്ത ടപ്പ് 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 അങ്ങനെ അടിച്ച് തീർക്കട്ടോ. ഇൻ എസ് എ ഗ്രാമർ ഇസ് ഇമ്പോർട്ടന്റ്. യെസ്, ഗ്രാമറും ഈ പറഞ്ഞ സ്പെല്ലിംഗും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ നിങ്ങൾക്ക് അടിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഗ്രാമർ പഠിക്കാൻ പോകാൻ കഴിയില്ലല്ലോ. ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്, യെസ് ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ എഴുതിയാൽ മതി. കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വരും, ദാറ്റ് ഇസ് ഓക്കെ. എനിക്ക് പാർട്ട് 1 430 മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാം. അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കണം. പക്ഷെ ഗ്രാമർ മിസ്റ്റേക്കും പേടിക്കുന്നവർക്ക് ഉള്ള സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞ റെഡിമെയ്ഡ് ഉത്തരങ്ങൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക. സാർ സബ്-questions ഓർഡറിൽ എഴുതണം. നിങ്ങളുടെ സബ്-questionsന്റെ നമ്പർ ഇട്ടിട്ട് എഴുതണേ. നമ്പർ ഇട്ടിട്ട് എഴുതണം, നമ്പർ ഇടാണ്ട് എഴുതരുത്. ഓർഡറിൽ എഴുതുന്നതാണ് പ്രിഫറബിളി നല്ലത്.
എക്സാമിനറിനെ ഇംപ്രസ് ചെയ്യുക, എക്സാമിനർ, കാരണം ഇത് മാനുവൽ ആണ് ഇതിന്റെ ഉത്തരം. MCQ ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഉത്തരം കൊടുക്കുന്നത്, ദിസ് ഇസ് മാനുവൽ. ഒരാൾ ഇരുന്ന് ഇതിന്റെ നിങ്ങൾക്ക് വെയിറ്റ് തരാണ്, അപ്പൊ അയാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എഴുതുന്നതാവും നല്ലത്.